ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഇങ്ങ് അടുത്ത് വന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആർട്ടിന്റെയും കൾച്ചറിന്റെയും ലിറ്ററേച്ചറിന്റെയും ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഒരു ഫൈനൽ ലാപ്പാണ്, ഒരു ഫൈനൽ മാരത്തോൺ അല്ലെ. നമ്മൾ എല്ലാത്തിനെയും ഒന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഓടിച്ചിട്ടൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചു, എന്തൊക്കെ നമ്മൾ വിട്ടുപോയി, എന്തൊക്കെ നമ്മൾ റിവിഷൻ സമയത്ത്, നമ്മൾ റിവിഷന്റെ ടൈമിലാണ് എത്തി നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ റിവിഷന്റെ സമയത്ത് ശ്രദ്ധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചറിന്റെ ഫൈനൽ ലാബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് നമ്മുടെ സിലബസിൽ നിന്നങ്ങ് തുടങ്ങാം അല്ലെ. നമ്മൾ ഇത്രയും കാലം നമ്മളൊരു എന്താ പറയുന്ന ഒന്ന് റിവൈൻഡ് ചെയ്യാണ് നമ്മുടെ ക്ലാസ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? നമുക്കറിയാലോ, ഡിഗ്രി പ്രിലിംസിന്റെ ഒരു മാർക്കിംഗ് സ്കീം, ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സിലബസിന്റെ ഫസ്റ്റ് പേജിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും കൂടെ നമുക്ക് സ്പോർട്സും കൂടി ചേർത്തിട്ട് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോ ആർട്ടും ലിറ്ററേച്ചറും കൾച്ചറും സ്പോർട്സും കൂടെ ചേർത്തിട്ടാണ് 10 മാർക്ക്. അപ്പൊ ഇതിൽ ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും ആണല്ലോ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പോർട്സ് നമ്മുടെ വിശ്വനാഥ് സാർ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടല്ലോ. അപ്പൊ 10 മാർക്കിൽ എങ്ങനെ പോയാലും ഒരു 7 മുതൽ 8 വരെ മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാടാ? ആർട്ടിൽ നിന്നും ലിറ്ററേച്ചറിൽ നിന്നും കൾച്ചറിൽ നിന്നുമാണ്. ഒരു 7 ചോദ്യങ്ങൾ, കുറഞ്ഞത് ഒരു 7 അല്ലെങ്കിൽ 8 ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെ. ഒരു 7 മാർക്ക് 8 മാർക്ക് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയ കാര്യമാണോ? അല്ല. ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അവിടെ കട്ട് ഓഫ് കടക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സോ ചിലപ്പോൾ ഒരു 7 മാർക്ക്, നമ്മുടെ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചറിൽ ഒരു 7 മാർക്ക് അല്ലെങ്കിൽ ഒരു 8 മാർക്ക് ആയിരിക്കും നമ്മുടെ കട്ട് ഓഫിനെ നമ്മുടെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ കട്ട് ഓഫ് കടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ഏരിയ എന്ന് പറയും നമ്മൾ ഹിസ്റ്ററി. ഇപ്പൊ ചിലർക്ക് ഹിസ്റ്ററി പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ജോഗ്രഫി പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് എക്കണോമിക്സും സിവിക്സും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. അപ്പോ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, നമ്മുടെ നാടുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മൾ കുഞ്ഞുനാള് തൊട്ട് കേട്ട് വളർന്ന കുറെ കാര്യങ്ങള് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ്വദിച്ച് പഠിച്ചു കഴിഞ്ഞാല് ഒരു 7 മാർക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. അത് മാത്രല്ലടാ, ഡിഗ്രി പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ പോലും മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്ത് നമ്മൾ അടുത്തത് എവിടേക്കാ പോകുന്നത്? മെയിൻസിലേക്കാ പോകുന്നത്. മെയിൻസ് പരീക്ഷയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ആൾ അവിടെയുണ്ട്, ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും സ്പോർട്സും ഒക്കെ അവിടെയുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് നമുക്കൊരു സ്ട്രോങ് ബേസ്, നല്ല രീതിയിൽ പഠിച്ചൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെ നമുക്ക് മെയിൻസിന്റെ പരീക്ഷയിൽ ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും നമ്മൾ പറയും, നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ മെയിൻസിനെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കണം. എന്തുകൊണ്ട്? പല പേപ്പറുകളും പല ടോപ്പിക്കുകളും പല സബ്ജക്റ്റുകളും മെയിൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരും. അങ്ങനെ മെയിൻസിൽ ആവർത്തിക്കുന്ന ഒരു ടോപ്പിക്കാണ് ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും എന്ന് പറയുന്നത്, കലാ സാഹിത്യം സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോ അതിന്റെ ആ ഒരു 7-8 മാർക്ക്, 10-ല് 7-8 മാർക്ക് വരുന്ന ആ ഭാഗം നമ്മൾ മനസ്സിലാക്കി പഠിച്ച് നമ്മുടെ കയ്യിലെത്തിക്കണം. ഞാൻ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ടോപ്പിക്കുകളും കംപ്ലീറ്റ് ചെയ്ത സമയത്ത് സ്റ്റുഡൻസിന്റെ റിവ്യൂ എടുത്തപ്പോ, അതുപോലെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ കയറിയപ്പോ നിങ്ങളുടെ ഭാഗത്ത്, സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടൊരു അവരുടെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മിസ് ചെയ്ത് ഒരുപാടുണ്ടല്ലോ അല്ലെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 7 മാർക്കിന്റെ 8 മാർക്കിന്റെ ചോദ്യത്തിന് ഒരു 80 മാർക്കിന്റെ സിലബസ് ആണ് നമുക്ക് ഇങ്ങോട്ട് തന്നേക്കുന്നത്. അത് വാസ്തവമാണ്. പക്ഷെ ഇതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് എവിടെ നിന്ന് മനസ്സിലാവുമെന്ന് അറിയാമോ? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ ഒരു 6 വർഷത്തെ ചോദ്യ പേപ്പർ നമ്മൾ അങ്ങോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാല് എവിടെ നിന്നാണ് ചോദ്യം വരുന്നത്, ഏത് ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ആ ഏരിയ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടാ? നമുക്ക് കുറെ അധികം കാര്യങ്ങൾ അതിനകത്തുനിന്ന് കിട്ടും. കുറെ അധികം കാര്യങ്ങളെ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ ആർട്സ്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്ലസ് അതിന്റെ കറണ്ട് അഫെയർ. നമുക്കറിയാലോ, ഡിഗ്രി പ്രിലിംസിന് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടാണ് ചോദിക്കുന്നത്. സോ ഇവിടുത്തെ കറണ്ട് ഫാക്റ്റുകളും നമ്മൾ പഠിച്ചു വെക്കണം. പ്രത്യേകിച്ചും ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടാണ് കറണ്ട് ഫാക്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമുക്ക് ആ സിലബസിനെ ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ ഫോക്കസ് ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ കല, ആർട്ടിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കണം? കേരളത്തിലെ പ്രധാന ദൃശ്യ ശ്രാവ്യ കലകള്, അവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം, അതുകൊണ്ട് അവരുടെ
കലകളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പഠിക്കണം, സ്ഥാപനങ്ങൾ പഠിക്കണം, വ്യക്തികൾ പഠിക്കണം, കലാകാരന്മാരെ പഠിക്കണം, എഴുത്തുകാരെ നമ്മൾ പഠിക്കണം. കലകള്, കലാരൂപങ്ങൾ, അവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാകാരന്മാർ, ഇവരെ കുറിച്ചൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഓർക്കുക, കലകളിൽ എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്ന ചില കലകളുണ്ട്. കഥകളി എപ്പോഴും ചോദിക്കുന്ന ഒരു മേഖലയെ കഥകളി. അതുപോലെ കൂടിയാട്ടം, മിക്കപ്പോഴും നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് കഥകളിയും കൂടിയാട്ടവും ചോദിക്കും. അതുപോലെ നാടൻ കലാരൂപങ്ങള്, കണ്യാർകളി പോലെയുള്ളവ, അതുപോലെ തന്നെ തെയ്യം പോലെയുള്ള അനുഷ്ഠാന കലകള്, പരിചമുട്ട് പോലെയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയാ ചവിട്ട് നാടകം പോലെയുള്ള യൂറോപ്യന്മാർ ഇവിടെ കൊണ്ടു തന്ന കലാരൂപങ്ങള്, യക്ഷഗാനം പോലെയുള്ള കലാരൂപങ്ങള്. ഇപ്പൊ PSC സ്ഥിരം നമ്മളോട് ചോദിക്കുന്ന കുറച്ചധികം കലാരൂപങ്ങളുണ്ട്. തെയ്യമുണ്ട്, പടയണിയുണ്ട്, മുടിയേറ്റുണ്ട്, കൂടിയാട്ടവും കഥകളിയും മോഹിനിയാട്ടവും ഉണ്ട്, യക്ഷഗാനവും നമ്മുടെ ചവിട്ടുനാടകവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആവർത്തിച്ച് വരുന്ന ചില കലാരൂപങ്ങൾ, ആ കലാരൂപങ്ങളെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ചും പിന്നെ കഥകളിയിലെ കലാകാരന്മാർ എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. കഥകളിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർ, അവരുടെ ആത്മകഥകൾ, ഇതൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട്. പിന്നെ കഥകളിയും പ്രത്യേകിച്ചും കലാരൂപങ്ങൾ അഭ്യസിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ഇപ്പൊ കേരള കലാമണ്ഡലം മിക്കപ്പോഴും ചോദ്യമാകുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ മാർഗി, തിരുവനന്തപുരത്തെ മാർഗി എന്ന് പറയുന്ന സ്ഥാപനം, അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്ന അതുപോലെ തന്നെ ഗുരു ഗോപിനാഥ് നടനഗ്രാമം, കേരള നടനം എന്ന് പറയുന്ന കലാരൂപത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കലാരംഗവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ പറ്റി കേരള കലാമണ്ഡലം ഒക്കെ സ്ഥിരം ചോദ്യമാണ്. മാർഗിയുടെ ആസ്ഥാനം ചോദ്യമാണ്. ഗുരു ഗോപിനാഥ് നടനഗ്രാമം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് എന്ന രീതിയിലും ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ കലാരൂപവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ട് അതൊക്കെയാണ് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഇൻഡെപ്തിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്തൊന്ന് ചെയ്തു വെച്ചാൽ തന്നെ നമുക്ക് ഈ കലയുടെ ഭാഗത്ത് നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞല്ലോ 10 മാർക്കിൽ 7 അല്ലെങ്കിൽ 8 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ എന്നുള്ള ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നത്. അതില് തന്നെ ഈ 10 ഇതിൽ തന്നെ നമുക്ക് ഏകദേശം ഈ കലയുടെ ഭാഗത്ത് നിന്ന് 2 അല്ലെ 1 അല്ലെങ്കിൽ 2 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, കലയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത്. കലയും സാഹിത്യവും സംസ്കാരവും കൂടെ ചേർന്നിട്ടാണ് 7 അല്ലെങ്കിൽ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ. അപ്പോൾ 1 2 ചോദ്യങ്ങളായിരിക്കാൻ, ചിലപ്പോ കൂടിപ്പോയാൽ അങ്ങേയറ്റം പോയാൽ 3 ചോദ്യങ്ങളായിരിക്കും കലയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യമായിട്ട് വരാനായിട്ട് പോകുന്നത്. പിന്നെ കറണ്ട് അഫെയർ, ഏതെങ്കിലും കലാരൂപങ്ങളുടെ കറണ്ട് ഫാക്ട്, ഏതെങ്കിലും പുതിയ എന്താ പറയാ ഏതെങ്കിലും കലാകാരന്മാർ അടുത്തിടെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ കലാകാരന്മാരുടെ ഏതെങ്കിലും പുസ്തകങ്ങൾ പുതിയതായിട്ട് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കറണ്ട് അഫെയർ പഠിക്കാനുള്ള എളുപ്പമാർഗം ഓരോ കറണ്ട് അഫെയറും പഠിക്കുമ്പോൾ നമ്മുടെ സിലബസിലെ ഏത് ഏരിയയുമായിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ബന്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയ സംഗതി വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ഒരു സിലബസ് വന്നിരിക്കുന്നത് ലിറ്ററേച്ചറിനാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, വെയിറ്റേജ് കൂടുതലുള്ള ഒരു ഏരിയയും കൂടാണ് ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങളെ പറ്റി പഠിക്കണം. എടാ, ഈ സാഹിത്യ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സാഹിത്യ രൂപങ്ങളെയാ ഉദ്ദേശിക്കുന്നത്. കഥയും കവിതയും നോവലും നാടകവും നിരൂപണവും വിവർത്തനവും ബാലസാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും എല്ലാം എന്താണ്? സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ ഇതിനെ ഇനം തിരിച്ച് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തെയും ആദ്യകാല കൃതികളെയും അവയുടെ കർത്താക്കളെയും പുതിയ കൃതികളെയും അവരുടെ കർത്താക്കളെയും ഒക്കെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ ഇവിടെ മിക്കപ്പോഴും നമുക്ക് ആദ്യകാല കൃതികൾ, ഓരോ സാഹിത്യ പ്രസ്ഥാനത്തിലെയും ആദ്യകാല കൃതികളെ പറ്റിയും അവയുടെ എഴുത്തുകാരെ പറ്റിയുമുള്ള ചോദ്യങ്ങൾ വരാം. പ്രത്യേകിച്ചും മലയാളത്തിലെ ആദ്യത്തെ കാവ്യം രാമചരിതമാണ്. രാമചരിതത്തിന്റെ കർത്താവ് ചീരാമ കവിയാണ്. ആദ്യത്തെ മഹാകാവ്യം ലക്ഷണമൊത്ത ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്ര വിലാസം അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റേതാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ആദ്യത്തെ ചെറുകഥ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതിയാണ്. ആദ്യത്തെ യാത്രാവിവരണം പാറയമാക്കിൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ്, നമുക്കറിയാം അല്ലെ. ആദ്യത്തെ ആത്മകഥ നമുക്കറിയാം.
വൈക്കത്ത് വാച്ചുമൂത്തതിൻ്റെതാണ്, ആദ്യത്തെ ജീവചരിത്രം. അപ്പൊ ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങള് വരുന്നുണ്ടാവുക. സോ അതാണ് സാഹിത്യ പ്രസ്ഥാനങ്ങൾ. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ അത്തരത്തിലായിരിക്കും വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ, അത് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോയിട്ടുള്ള കാര്യം. അടുത്തൊരു ഫോക്കസ് ഏരിയ, എടാ നമ്മള് എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾ ഷുവർ ഷോട്ട് ആയിട്ടും പഠിക്കേണ്ട ഒരു ഏരിയയാണ് എഴുത്തുകാര്, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ എന്നുള്ളത്. നമ്മള് പ്രീവിയസ്ലി ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ ചോദ്യം വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. അത് ഏത് ലെവൽ, ഡിഗ്രി ലെവലോ 12th ലെവലോ 10th ലെവലോ ഏത് ലെവൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ എടുത്തോ, അവിടെ എല്ലാം നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് എഴുത്തുകാര്, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും എല്ലാ ചോദ്യ പേപ്പറുകളിലും ഉണ്ടാകും. സോ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങളെ ഓർത്ത് വെക്കേണ്ട, റിവിഷന് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയയാണ് തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ എന്നുള്ളത്. തൂലികാനാമം എന്ന് പറയുമ്പോൾ സ്ഥിരം PSCക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ കോവിലൻ VV അയ്യപ്പനാണ്, ആനന്ദ് സച്ചിദാനന്ദനാണ് അല്ലെ, ആനന്ദ് P സച്ചിദാനന്ദനാണ്. അതുപോലെ തന്നെ കാക്കനാടൻ ജോർജ് വർഗീസ് ആണ് അല്ലെ, ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. നന്ദനാര് PC ഗോപാലനാണ്, ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ്, ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ് അല്ലെ. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. സോ അതൊക്കെ ഓർത്തു വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപരനാമങ്ങൾ, കേരള മൊപ്പസാങ് തകഴിയാണ്, കേരള ഹെമിംഗ്വേ MT ആണ്, കേരള ചോസർ ചീരാമ കവിയാണ്, കേരള ഹോമർ അയ്യപ്പിള്ള ആശാനാണ്, കേരള എലിയറ്റ് NN കക്കാടാണ്, കേരള ക്ഷേമേന്ദ്രൻ വടക്കുംകൂർ രാജരാജവർമ്മയാണ്, കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്, കേരള വാത്മീകി വള്ളത്തോളാണ്, കേരള ടാഗോറും കേരള ടെന്നിസണും കേരള പൂങ്കുയിലും ഒക്കെ വള്ളത്തോൾ നാരായണ മേനോനാണ്, കേരള ഇബ്സൺ N കൃഷ്ണപിള്ളയാണ്, കേരളത്തിലെ എമിലി ബ്രോണ്ടി രാജലക്ഷ്മിയാണ്, മലയാളത്തിന്റെ ഓർഫ്യൂസ് ചങ്ങമ്പുഴയാണ്, പുതുമലയാൻമതൻ മഹേശ്വരൻ എഴുത്തച്ഛനാണ്. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് തൂലികാനാമങ്ങളും അപരനാമങ്ങളും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ലാസ്റ്റ് വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പിച്ചോടാ നിങ്ങൾക്ക് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഈ ഒറ്റ ടോപ്പിക്കിൽ നിന്ന് കിട്ടും, ഇതില്ലാതെ ചോദ്യ പേപ്പർ വരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. അടുത്തത് കഥാപാത്രങ്ങളും കൃതികളും. ശരിക്കും പറഞ്ഞാല് പുതിയ കാലത്ത് ഇപ്പൊ റീസെന്റ് ഉള്ള ചോദ്യ പേപ്പറുകളിലെ ഏറ്റവും പുതിയ കൃതികളിലെ കഥാപാത്രങ്ങളെ പറ്റി ചോദ്യം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ ഞാൻ കുറച്ച് പുതിയ കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിരുന്നാൽ പോലും PSCക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു ഏരിയ എന്ന് പറയും നമ്മുടെ MTയുടെ കഥാപാത്രങ്ങളെ പറ്റി, തകഴിയുടെ കഥാപാത്രങ്ങളെ പറ്റി, ബഷീറിന്റെ കഥാപാത്രങ്ങളെ, നമ്മുടെ CV രാമൻപിള്ളയുടെയും ചന്തുമേനോന്റെയും കഥാപാത്രങ്ങളെ പറ്റി, ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളെ പറ്റി നല്ല ധാരണ, സാമാന്യ ധാരണ എന്നല്ല, നല്ല ധാരണ നിങ്ങൾ വരുത്തി വെക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി പ്രശസ്തമായ വരികളും കൃതികളും എഴുത്തുകാരും. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ആശാന്റെ വരികൾ. ഇപ്പൊ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്ന് പറഞ്ഞത് ആശാനാണ്. അത് ഏത് കൃതിയിലാണെന്ന് ചോദിച്ചാലോ, ആ വരികൾ കേൾക്കുമ്പോൾ നമുക്ക് ആശാനാണെന്ന് അറിയാം. അത് ഏത് കൃതിയാണെന്ന് അറിയണമെങ്കിൽ വരിയും കൃതിയെയും എഴുത്തുകാരനെയും നമ്മൾ പഠിക്കണം. ദുരവസ്ഥയാണെന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അറിഞ്ഞേ പറ്റുള്ളൂ അല്ലെ. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി നേടുന്നു എന്നൊക്കെ പറയണമെങ്കിൽ അത് ഏത് കവിതയിലെ വരികളാണെന്ന് നമ്മൾ അറിയണം. അപ്പൊ പ്രശസ്തമായ വരികൾക്കകത്ത് ഓർത്തു വെക്കേണ്ടത് വൈലോപ്പിള്ളിയുടെ വരികൾ ചോദ്യമാണ്. ചങ്ങമ്പുഴയുടെ വരികൾ നമ്മൾ ക്ലാസ്സിൽ അക്കമിട്ട് എണ്ണമിട്ട് നമ്മൾ പറഞ്ഞതാണ്. വൈലോപ്പിള്ളിയുടെ വരികളെ, ചങ്ങമ്പുഴയുടെ വരികളെ, ആശാന്റെ വരികളെ, ശങ്കരക്കുറുപ്പിന്റെ വരികളെ, ഇതൊക്കെ പരീക്ഷയില് സ്ഥിരം ചോദ്യമായിട്ടുള്ള സ്ഥലമാണ്. ഇനി പത്രപ്രവർത്തനം. പത്രപ്രവർത്തനത്തിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് സ്വദേശാഭിമാനി പത്രം, രാമകൃഷ്ണപിള്ളയെ കുറിച്ചും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയും അവിടെ പഠിക്കണം. പിന്നെ ആദ്യകാല പത്രമാസികകൾ, രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കണം. പിന്നെ നസ്രാണി ദീപിക ഓർത്ത് വെക്കേണ്ട, അല്ലെങ്കിൽ ദീപിക ഓർത്ത് വെക്കണം. ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തനത്തിനെ പറ്റി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് വെക്കേണ്ടത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ കൺഫ്യൂസിങ് ഫാക്റ്റുകൾ ആയിരിക്കും മിക്കപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുക. നമ്മുടെ ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പത്രപ്രവർത്തനത്തിനകത്തുന്നുണ്ട്. അത് തന്നെ ആയിരിക്കും മിക്കപ്പോഴും ചോദിക്കുക. പക്ഷെ റീസെന്റ് കണ്ട ഒരു ചോദ്യ പേപ്പറിനകത്ത് സ്വദേശാഭിമാനി പത്രത്തെ പറ്റിയും വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റി
പറ്റിയൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു മൈൻഡും കൂടി നിങ്ങൾക്ക് വേണം. ഇനി പ്രധാനപ്പെട്ട അവാർഡുകൾ. മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുന്ന മേഖല ഒരിക്കലും നമ്മൾ തട്ടിക്കളയരുതാത്ത ഒരു ടോപ്പിക്കാണ് സാഹിത്യ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, വയലാർ പുരസ്കാരം, കടമ്മനിട്ട പുരസ്കാരം, മുട്ടത്ത് വർക്കി പുരസ്കാരം, അതുപോലെ തന്നെ പത്മപ്രഭ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, ഇങ്ങനെ ഒരു ധാരാളം എന്തുണ്ട് സാഹിത്യ പുരസ്കാരങ്ങളുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ സാഹിത്യ പുരസ്കാരങ്ങളെ പറ്റി ഒരു ക്ലാസ് എടുക്കുകയും അതിൽ ഏറ്റവും റീസെന്റ് ആയിട്ട്, അതായത് ക്ലാസ് എടുക്കുന്നത് വരെ പ്രഖ്യാപിച്ച അവാർഡുകളെ പറ്റി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ക്ലാസ്സിന് ശേഷമുള്ള വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ അതിൽ ആഡ് ഓൺ ചെയ്ത് പോവേണ്ടതാണ്. അതും ചോദിക്കപ്പെടുന്ന ഒരു ഏരിയയാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മൾ എഴുത്തുകാരെ തൂലികാനാമങ്ങൾ അപരനാമം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് സ്കിപ്പ് ചെയ്യരുതാത്ത എന്നാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ എന്നുള്ളത്. ജ്ഞാനപീഠം നേടിയ എത്ര മലയാളി ഉണ്ടടാ? നിലവിൽ ഇതുവരെ 6 മലയാളികൾ അല്ലെ. 65 ജി ശങ്കരക്കുറുപ്പ്, അതുപോലെ 80 എസ് കെ പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഇതല്ലേ മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടിയ 6 പേര്. ഈ 6 പേരുടെയും കൃതികളെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ വേണം. ജ്ഞാനപീഠം കിട്ടിയത് 6 പേർക്കാണ്, 6 പേർക്കും കിട്ടിയ വർഷം ഇതാണ് എന്ന് മാത്രം പഠിച്ചു വെക്കാതെ ഈ 6 പേരെ പറ്റി നിങ്ങൾക്ക് നല്ല ധാരണ. ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തിനെ മിസ്റ്റിക് കവിയെന്നും ദാർശനിക കവിയെന്നും വിളിക്കുന്നേ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ ഏതൊക്കെയാ, അതിലെ വരികൾ ഏതൊക്കെയാ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അതുപോലെ തന്നെ എം ടിയെ പറ്റിയിട്ടാണെങ്കിൽ എം ടിയുടെ കഥാപാത്രങ്ങളെ പറ്റി, എം ടിയുടെ സിനിമകളെ പറ്റി, എം ടിയുടെ തിരക്കഥകളെ പറ്റി ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതായത് 6 ജ്ഞാനപീഠ ജേതാക്കൾ മലയാളത്തിൽ ഉണ്ടെങ്കിൽ ഈ 6 പേരുടെയും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. അനുബന്ധ വസ്തുതകൾ, അതായത് ആ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്ത ടോപ്പിക്ക് സാമാന്യം വളരെ ദൈർഘ്യമേറിയ ടോപ്പിക്ക്, മലയാള സിനിമ എന്ന് പറയുന്നത്. ആദ്യകാല മലയാള സിനിമകളെ പറ്റി ഒരു ധാരണ വേണം. ഇനി മലയാള സിനിമയിലെ എല്ലാ മേഖലയിലും ആദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ശബ്ദ സിനിമ, ആദ്യത്തെ സിനിമ, അതുപോലെ ആദ്യത്തെ കളർ സിനിമ, ആദ്യത്തെ ഡിജിറ്റൽ സിനിമ, ആദ്യത്തെ 70mm സിനിമ, ആദ്യത്തെ സിനിമ സ്കോപ്പ് ചിത്രം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒന്ന് നല്ല ധാരണ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓർത്ത് വെക്കുക, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ റീസെന്റ് ആയിട്ട് വന്ന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, പ്രത്യേകിച്ചും ദേശീയ അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങള്, അത് ലാസ്റ്റ് 2 വർഷത്തത് ദേശീയ അവാർഡും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലാസ്റ്റിലത്തെ 2 വർഷത്തത് പഠിച്ചു വെക്കുക. പിന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതിന്റെ തലപ്പത്തിരിക്കുന്നവര് എന്നുള്ളവരെ കുറിച്ച് പഠിച്ചു വെക്കുക. പിന്നെ ഷാജി എൻ കരുൺ, അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള സിനിമാ മേഖലയിലെ അധികായന്മാരെ കുറിച്ച്, സംവിധായകരെ കുറിച്ച്, അരവിന്ദൻ, ഇങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് മിക്കപ്പോഴും മലയാള സിനിമയുടെ മേഖലയിൽ നിന്ന് നമുക്ക് ആവർത്തിച്ച് ചോദ്യമായിട്ട് വരാറുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാഹിത്യത്തിന്റെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ 7 മാർക്കിൽ അല്ലെ, നമ്മുടെ 7 ചോദ്യങ്ങൾക്കകത്ത്, ആർട്ട് കൾച്ചറൽ ലിറ്ററേച്ചറിലെ 7 ചോദ്യങ്ങൾക്കകത്ത് എങ്ങനെ പോയാലും ഒരു 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ എവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം? സാഹിത്യത്തിന്റെ മേഖലയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3 മുതൽ 4 വരെ ചോദ്യങ്ങൾ സാഹിത്യത്തിന്റെ മേഖലയിൽ നിന്നായിരിക്കും. ഇനി സംസ്കാരം അല്ലെ, കൾച്ചറിന്റെ മേഖലയിൽ നിന്നുള്ള സിലബസ് നമ്മളൊന്ന് നോക്കിക്കേ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷങ്ങൾ. ശരിക്കും പറഞ്ഞാലേടാ ആർട്ടിലും കൾച്ചറിലും ലിറ്ററേച്ചറിലും ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ വേറെ ഇല്ല. സംസ്കാരം, എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം കൾച്ചറിന്റെ സിലബസ് പഠിക്കാനാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ വേറെ ഇല്ലെന്ന് ഞാൻ പറയും. കാര്യം എന്താ, നമ്മുടെ നാട്ടിൻപുറത്തും നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടും കണ്ടും അനുഭവിച്ചും ഇപ്പോഴും ആഘോഷിച്ചും ആചാരങ്ങളായിട്ട് അനുഷ്ഠിച്ചും ഒക്കെ വരുന്ന ഉത്സവ ആഘോഷങ്ങളെ പറ്റിയും ചടങ്ങുകളെ പറ്റിയൊക്കെ നമ്മൾ ആദ്യം ഇതിൽ പഠിക്കുന്നത്. ഏത് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, ഇപ്പൊ ഓണം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും ഒക്കെ ആഘോഷിക്കുന്നതാണ് ഓണം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തെ പറ്റി നമ്മൾ ചിലപ്പോൾ നമ്മുടെ സിലബസിൽ പഠിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പോവില്ലേ? അതിന് പോവും. ഇപ്പോ റീസെന്റ് അപ്പൊ നമുക്ക് അങ്ങനെ ഓണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ ആദ്യം പഠിച്ചത് ഓണത്തെ പറ്റിയിട്ടായിരുന്നു അല്ലെ, ക്ലാസ് എടുത്തപ്പോൾ പഠിച്ചത്. അപ്പോൾ ഓണത്തെ പറ്റി പഠിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, കൊടുങ്ങല്ലൂർ ഭരണി, ചെട്ടികുളങ്ങര കുംഭഭരണി, അതുപോലെ തന്നെയുള്ള അങ്ങനെയുള്ള കൊട്ടിയൂർ ഉത്സവം,
ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ, പ്രധാനപ്പെട്ട കേരളത്തിലെ ഉത്സവങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളെ പറ്റി, ചില ക്ഷേത്രങ്ങള് അല്ലെങ്കിൽ പള്ളികള്, ഇതിനൊക്കെ ചില പ്രത്യേകതകൾ. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ചിലന്തി ക്ഷേത്രം എവിടെയാണ്, ശകുനി ക്ഷേത്രം എവിടെയാണ്, പരശുരാമ ക്ഷേത്രം എവിടെയാണ്, തിരുവല്ലത്താണെന്ന് നമുക്കറിയാം അല്ലെ. അല്ലെ, അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ക്ഷേത്രം മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ദക്ഷിണ കാശി എവിടെയാണ്, ദക്ഷിണ ഗുരുവായൂർ ഏതാണ്, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അവയുടെ വിശേഷണങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ ചില പ്രത്യേക ആചാരങ്ങള്, ചില പ്രത്യേക അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുമാണ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്കറിയാം മുറജപവും ഭദ്രദീപവും നടക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെന്ന് നമുക്കറിയാം. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രമാണെന്ന് നമുക്കറിയാം. പരശുരാമ ക്ഷേത്രം തിരുവല്ലത്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ സാംസ്കാരിക നായകന്മാർ. ശരിക്കും പറഞ്ഞാൽ സംസ്കാരം, കൾച്ചർ എന്ന് പറയുന്ന മേഖലയിലെ ഏറ്റവും വലിയ ടോപ്പിക്, നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ക്ലാസ് എന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാരാണ്. ശരിക്കും പറഞ്ഞാൽ ആ ക്ലാസ്സിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്രയും ആളുകളെ ഒന്നും നമുക്ക് പഠിക്കേണ്ട. ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൃതികൾ, തൈക്കാട് അയ്യ, വൈകുണ്ഠസ്വാമികൾ, ഇവരെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ്, പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും, ഇങ്ങനെയുള്ള, അതുപോലെ പൊയ്കയിൽ കുമാരഗുരുദേവൻ, അദ്ദേഹത്തെ കുറിച്ചുള്ളതും, പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന് പറയുന്ന സംഘടനയെ പറ്റിയിട്ടും, അയ്യങ്കാളിയെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാംസ്കാരിക നായകന്മാരിൽ പഠിക്കാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ അധികമുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ പോലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സാംസ്കാരിക നായകന്മാരും അവരുടെ സംഭാവനകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള ചോദ്യം നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും കൃതികളും, അല്ലെങ്കിൽ ഇവരുടെ കൃതികൾ മാച്ച് ദ ഫോളോ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ പണ്ഡിറ്റ് KP കറുപ്പന്റെ സംഘടനകൾ അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അദ്ദേഹം ഒരുപാട്, ഇപ്പോൾ ബാലസമുദായ പരിഷ്കരണി സഭ, ഇങ്ങനെ ഒരുപാട്, ജ്ഞാനോദയ സഭ, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ സ്ഥാപിച്ചിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സോ ഇതാണ് നമ്മുടെ ആർട്ടിന്റെയും കൾച്ചറിന്റെയും ലിറ്ററേച്ചറിന്റെയും ആ ഒരു സിലബസ് എന്ന് പറയുന്നത്. സിലബസിനെ ഡീകോഡ് ചെയ്യുന്നതിനപ്പുറം ആ സിലബസിലെ ഫോക്കസ് ഏരിയ, നിങ്ങൾ ഈ റിവിഷന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു 1ാം ഘട്ട 2ാം ഘട്ട 3ാം ഘട്ട റിവിഷന്റെ സമയത്ത് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ആ റിവിഷനിൽ നിങ്ങൾ ഏതൊക്കെ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിലബസിനെ ആദ്യം എടുത്തു വെച്ചത്. ഇനി നമുക്ക് പ്രീവിയസ്ലി വന്നിട്ടുള്ള ചോദ്യ പേപ്പറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എന്നാൽ വളരെ സിമ്പിൾ ആണ്, ഞാൻ ഈ ചോദ്യങ്ങൾ എടുത്തോണ്ട് വന്നു വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും. ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് പുഷ്പം പോലെ ഞാൻ അതിന്റെ 7 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ഞാനിപ്പോ വാങ്ങിക്കുമല്ലോ എന്ന് നിങ്ങൾ പറയും. അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക്, പ്രിലിംസ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത്. മെയിൻസിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. മെയിൻസിൽ വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് തരം കുറച്ചും കൂടി സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എവിടെ ചോദിക്കും? മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ഇവിടെ നിന്ന് തുടങ്ങിയടാ, ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവാര്. വളരെ സിമ്പിൾ അല്ലേടാ, നമ്മൾ വളരെ ചെറുപ്പം തൊട്ട് ഏകദേശം 5ാം ക്ലാസ് തൊട്ട് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവാരാ? എഴുത്തച്ഛനാണോ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണോ, OV വിജയനാണോ, കുഞ്ചൻ നമ്പ്യാരാണോ? ആരാടാ? കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ ഏതാണ്? എഴുത്തച്ഛൻ കിളിപ്പാട്ട് സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവല്ലേ? എഴുത്തച്ഛൻ കിളിപ്പാട്ട് സാഹിത്യത്തിന്റെ ഉപജ്ഞാതാവാണ് അല്ലെ. കിളിയെ കൊണ്ട് പാടിക്കുന്നു. അധ്യാത്മരാമായണം കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും ഒക്കെയാണ് ആരുടേതെന്ന് പറയുന്നത്? നമ്മുടെ എഴുത്തച്ഛൻ്റെതെന്ന് പറയുന്നത്. ഇനി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാവുമ്പോ പച്ചമലയാള കൃതി അല്ലെ. പച്ചമലയാള കൃതികളുടെ കാര്യം ഓർക്കണം. കേരള വ്യാസൻ എന്ന് ഓർക്കണം. കാര്യം എന്താ? വ്യാസന്റെ മഹാഭാരതത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുമ്പോൾ തുള്ളലാണ്. ഓട്ടൻ തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചില്ലെങ്കിലും തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, തുള്ളൽ കവിതകളുടെ ഉപജ്ഞാതാവ്, ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ തുള്ളൽ 3 വിധമാണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഓരോന്നിലും വരുന്ന കൃതികളെ പറ്റിയിട്ട് നമുക്ക് അറിയാം അല്ലെ. അപ്പോ
ഓട്ടനെന്നും പറയാനെന്നും ശീതങ്കനെന്നുമുള്ള പേരില് 3 തരത്തിലാണ് തുള്ളലുകൾ ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓട്ടൻ തുള്ളലിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ തുള്ളലിന്റെ ഉപജ്ഞാതാവ് എന്ന് എവിടെ കണ്ടാലും നമ്മുടെ കണ്ണ് എവിടെ പോകാൻ പാടുള്ളൂ? കുഞ്ചൻ നമ്പ്യാരിലേക്ക് പോകാൻ പാടുള്ളൂ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛനാണ്. ഇനി പാനയുടെ ഉപജ്ഞാതാവ് ആരാടാ? പൂന്താനമാണ്. ജ്ഞാനപ്പാന അല്ലെ? ജ്ഞാനപ്പാന ചോദിച്ചിട്ടുണ്ട്. ജ്ഞാനപ്പാന എഴുതിയതാരാ? പൂന്താനമാണ്. ഇനി ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണ്. എന്താണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഗാഥാപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. ഇനി കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാലോ ആരാണ്? എഴുത്തച്ഛനാണ്. കേരളത്തിലെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാലും എഴുത്തച്ഛൻ തന്നെ. കിളിപ്പാട്ട് സാഹിത്യം ചോദിച്ചാലും ഭക്തി പ്രസ്ഥാനം ചോദിച്ചാലും എഴുത്തച്ഛനെ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെച്ചിട്ട് പോകുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ പ്രിലിംസിന് അധികവും ചോദിക്കാൻ സാധ്യത. റീസെന്റ് വന്നിട്ടുള്ള കഴിഞ്ഞ വർഷവും അതിന്റെ മുന്നത്തെ വർഷവും ഒക്കെയുള്ള പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സിലബസിന്റെ അധിക ഭാരത്തെ നിങ്ങളുടെ തലേന്നൊന്ന് എടുത്തു മാറ്റി വെക്കുക. സിലബസിൽ കാണുന്ന ഇത്രയും സിലബസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്നുള്ള അധിക ഒരു ഭാരം, ഒരു ബാധ്യത, ഒരു കനം ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു മാറ്റി വെച്ച് നിങ്ങളുടെ മൈൻഡിനെ മാക്സിമം റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് അത്രയും ഫ്രീ ആയിട്ട് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് പ്രിലിംസിന് നമ്മളെ കാത്തിരിക്കുന്നത്. മെയിൻസിൽ ഞാനിത് ഒരിക്കലും പറയൂല, പക്ഷേ പ്രിലിംസിൽ നമ്മളെ കാത്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന്. അതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് കട്ട് ഓഫ് കടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ലാപ്പിന്റെ ക്ലാസ് ചെയ്യുന്നത് തന്നെ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ, ഒരുപാട് എക്സാം പേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം. എടാ എപ്പോഴും ആലോചിക്കുക, നമ്മുടെ കേന്ദ്ര സംഗീത നാടക അക്കാദമി എവിടെയാ? കേന്ദ്ര സംഗീത നാടക അക്കാദമി അങ്ങ് ന്യൂഡൽഹിയിൽ അല്ലയോ? അപ്പോ കേന്ദ്ര സംഗീത നാടക അക്കാദമി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഒരു 8 ഡാൻസ് ഫോമുകൾ, 8 നൃത്ത രീതികളെ പറ്റി, 8 നൃത്ത രൂപങ്ങളെ പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അംഗീകരിച്ചു വെച്ചിട്ടുണ്ട്. പ്രധാന ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇന്ത്യയിലെ ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണ്. അതായത് നമ്മുടെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ള 8 അല്ലെങ്കിൽ അത് അംഗീകരിച്ച 8 ശാസ്ത്രീയ നൃത്തരൂപങ്ങളാണ് ഇന്ത്യയിലുള്ളത്. അതിലൊന്നാണ് നമ്മുടെ കുച്ചിപ്പുടി എന്ന് പറയുന്നത്. എന്താണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്? കുച്ചിപ്പുടി ഏത് സ്ഥലത്താണ്, ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആന്ധ്രയാണോ, തമിഴ്നാടാണോ, കേരളമാണോ, ഒഡീഷയാണോ? നമുക്ക് എലിമിനേഷൻ ടെക്നിക് ഉപയോഗിക്കാം. കേരളമല്ല എന്ന് നമുക്കറിയാം. പിന്നെ എവിടെയാടാ? പിന്നെ അത് എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. അത് മനസ്സിൽ ഓർത്തോണം. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപമാണ് കുച്ചിപ്പുടി എന്ന് പറയുന്നത്. തമിഴ്നാടിന്റെ നൃത്തരൂപം അപ്പൊ ഏതാണ്? ഭരതനാട്യമാണ്. മറക്കല്ലേ, പലരും ഭരതനാട്യം കേരളത്തിൻ്റെതാണെന്ന് പറഞ്ഞു വെക്കും, അല്ലെങ്കിൽ തെറ്റിച്ചു വെക്കും. ഭരതനാട്യം എവിടത്തെയാണ്? ഭരതനാട്യം തമിഴ്നാടിൻ്റെതാണ്. കേരളത്തിലെ ഏതൊക്കെയാടാ? കേരളത്തിൽ മോഹിനിയാട്ടമാണ്. കേരളത്തിൽ മോഹിനിയാട്ടമാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹിനിയാട്ടം എഴുതണം. പിന്നെ കേരളത്തിൽ നിന്നുള്ള കഥകളിയെയും സംഗീത നാടക അക്കാദമി ശാസ്ത്രീയ നൃത്തരൂപമായിട്ട് എന്താണ് അംഗീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒഡീഷയിലത് ഏതാണ്? ഒഡീഷയിലത് ഒഡീസിയാണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി, ഒഡീസി. ഇപ്പൊ തന്നെ 5 എണ്ണമായില്ലേ? ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. പിന്നൊരെണ്ണമാണ് സത്രിയ എന്ന് പറയുന്നത്. അസമിലെ നൃത്ത രീതിയാണ് അല്ലെങ്കിൽ നൃത്തരൂപമാണ് സത്രിയ എന്ന് പറയുന്നത്. സത്രിയ ഏതാണ്? ആസാമിലേതാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഉണ്ടടാ, പിന്നെ മണിപ്പൂരി ഉണ്ട്. ഏതാണ് മണിപ്പൂരി? എവിടുത്തതാ? പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണിപ്പൂരിലതല്ലേ? മണിപ്പൂരിലതാണ്. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, അതും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കഥക്. കഥക് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലാണ്. അതായത് പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങൾ. ഉത്തർപ്രദേശാണ് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ പറയാറുള്ളത്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് പ്രദേശങ്ങളിലാണ് എന്ത് കാണാൻ കഴിയുന്നത്? കഥക്. ഈ 8 നൃത്തരൂപങ്ങളാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ 8 ശാസ്ത്രീയ ഇന്ത്യൻ നൃത്തരൂപങ്ങൾ. ഏതൊക്കെയാടാ? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ്, ഭരതനാട്യം തമിഴ്നാട്,
മോഹിനിയാട്ടവും കഥകളിയും കേരളം, സത്രിയ അസാമാണ്, മണിപ്പൂരി മണിപ്പൂരാണ്, ഒഡീസി ഒഡീഷയാണ്, കഥക്ക് ഉത്തർപ്രദേശാണ്. 8 ശാസ്ത്രീയ നൃത്തരൂപങ്ങൾ പഠിച്ചു വെച്ചോണം. പരീക്ഷകൾക്ക് പലപ്പോഴും ആവർത്തിച്ചു വന്നിട്ടുള്ളൊരു ഏരിയയാണ്. ഇനി അറിയില്ല എന്ന് പറയരുത്. ഇനി ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സിലബസിനെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ അത്തച്ചമയം, ഓണവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെന്റ് നടത്തുന്ന സാംസ്കാരിക ഘോഷയാത്രയാണ് എന്ത്? അത്തച്ചമയം എന്ന് പറയുന്നത്. അതെവിടെ നടക്കുന്നു? തുറവൂരാണോ, തൃപ്പൂണിത്തുറയാണോ, തൃക്കാക്കരയാണോ, തൃശ്ശൂരാണോ? എവിടെയാടാ? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ് അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. ഇനി ഓണവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയ്ക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അതെന്താ? ആദ്യമായിട്ട് ഓണം ആഘോഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലം, ആദ്യമായി ഓണം ആഘോഷിക്കപ്പെട്ടു എന്ന് കരുതുന്ന സ്ഥലമാണ് നമ്മുടെ തൃക്കാക്കര. അതും എറണാകുളം ജില്ലയിലാണ്. നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും? തൃക്കാക്കര അപ്പൻ അല്ലേ? നമ്മൾ പൂക്കളത്തിന്റെ നടുവിൽ, അത്തപ്പൂക്കളത്തിന്റെ നടുവില് നമ്മൾ തൃക്കാക്കര അപ്പനെ അണിയിച്ചൊരുക്കാറുണ്ടല്ലേ. അപ്പൊ അത് വെച്ചിട്ട് ഓർത്ത് വെക്കുക. ആദ്യമായി ഓണം ആഘോഷിക്കപ്പെട്ടത് തൃക്കാക്കരയിലാണ്. ഇനി ഓണം ആദ്യമായിട്ട്, ഇനി ഓണത്തെ പറ്റി ഉള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ പറയണം. ഓണത്തെ പറ്റി സംഘകാല കൃതികളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നേ? ഇന്ദ്രവീഴ എന്നും അല്ലെങ്കിൽ ആവണി ഓണം എന്നും ഒക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഓണപ്പാട്ട് ഏതാ? മാവേലി നാടുവാൻ ഈടും കാലം. അതാരാ എഴുതിയത്? സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പനാണ് അല്ലെ. നമ്മൾ ഒരുപാട് ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചൊരു ചോദ്യമാണത്. സഹോദരൻ അയ്യപ്പൻ. മാവേലി നാടുവാൻ ഈടും കാലം എന്ന് പറയുന്ന ഓണപ്പാട്ട് എഴുതിയതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് എന്ന് നമുക്കറിയാം. എന്നാടാ ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്? 1961. അന്നത്തെ മുഖ്യമന്ത്രി ആരാണെന്നറിയോ? അന്നത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ്. ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി? പട്ടം താണുപിള്ളയാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ പട്ടം താണുപിള്ളയാണ് അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. 1961 ഓണത്തെ കേരളത്തിന്റെ ദേശീയ ഉത്സവമായിട്ട് പ്രഖ്യാപിച്ചത്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, സംഘകാല കൃതികളിൽ ഓണത്തെ പറ്റി പരാമർശമുണ്ട്. സംഘകാല കൃതികളിൽ ഓണത്തെ പറ്റി എങ്ങനെയാ പരാമർശിക്കുന്നത്? ഓണത്തെ പറ്റി പരാമർശിക്കുന്ന സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി എന്ന് പറയുന്നത്. ഏതാണ്? മധുരൈ കാഞ്ചി എന്ന് പറയുന്നത്. ഇനിയുണ്ട് ഓണത്തെ പറ്റി പരാമർശിക്കുന്ന ഒരു വേദമുണ്ട്. നമുക്ക് 4 വേദങ്ങളാണല്ലോ ഉള്ളത്. അതില് ഋഗ്വേദത്തിലാണ് ഓണത്തെ പറ്റി പരാമർശമുള്ളത്. ഓണത്തെ പറ്റി പരാമർശമുള്ള വേദം ഏതാടാ? ഋഗ്വേദമാണ്. ഏതാണ്? ഋഗ്വേദമാണ്. ഇനി ഓണത്തെ പറ്റി പരാമർശമുള്ള ഒരു ശാസനമുണ്ട്. അത് ഏത് ശാസനമാണെന്നറിയാമോ? തരിസാപ്പിള്ളി ശാസനം. ഏതാണ്? തരിസാപ്പിള്ളി ശാസനം. തരിസാപ്പിള്ളി ശാസനം അല്ലെങ്കിൽ സ്ഥാണുരവി ശാസനം എന്നും പറയും. തരിസാപ്പിള്ളി ശാസനം അല്ലെങ്കിൽ സ്ഥാണുരവി ശാസനം ആരുടേതാ? വേണാട് ഭരിച്ചിരുന്ന നമ്മുടെ വേണാട് ഭരിച്ചിരുന്ന സ്ഥാണുരവിയുടെ സാമന്തനായിരുന്ന അയ്യനടികൾ തിരുവടികളുടേതാണ് തരിസാപ്പിള്ളി ശാസനം അല്ലെങ്കിൽ ഏത് എന്ന് പറയുന്നത്? സ്ഥാണുരവി ശാസനം. സ്ഥാണുരവി ശാസനത്തിനകത്താണ് ഓണത്തെ പറ്റി പരാമർശമുള്ള ശാസനം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലെ. നമ്മളിപ്പം വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എവിടെ പറഞ്ഞതാ? നമ്മൾ നമ്മുടെ സിലബസിലെ ഡീകോഡ് ചെയ്ത സമയത്ത് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളല്ലേ ഈ പറയുന്നതൊക്കെ. ഇത്രത്തോളം സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. പിന്നെ മേംപൊടിക്ക് 1-2 സ്റ്റേറ്റ്മെന്റ് വരും, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഓണത്തെ പറ്റി പറഞ്ഞില്ലേ, അത് എത്രയോ കാര്യങ്ങളുണ്ട്. ആ ഫാക്ടുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് സ്റ്റേറ്റ്മെന്റ് ആക്കി ചോദിച്ചാലും മതിയല്ലോ. മതി. അടുത്തത് കേരള വ്യാസൻ പറഞ്ഞല്ലോ. ഏതാണ് ഏരിയ? അപരനാമങ്ങൾ അല്ലെ. ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്നില്ലാത്ത ചോദ്യങ്ങള്, ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യങ്ങളില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അപരനാമങ്ങൾ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ONV ആണോ? എഴുത്തച്ഛനാണോ? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണോ? രവിവർമ്മയാണോ? ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനല്ലേ കേരള വ്യാസൻ. കേരള വാത്മീകി ആരാടാ? കേരള വാത്മീകി വള്ളത്തോളല്ലേ. ONV കുറിപ്പിനെ എന്തെന്നാ പറയുന്നത്? കേരള പുഷ്കിൻ എന്നാ പറയുന്നത്. എന്താണ്? കേരള പുഷ്കിൻ എന്നാണ് ആരെ പറയുന്നത്?
നമ്മുടെ ONV കുറുപ്പിനെ പറയുന്നത്. എഴുത്തച്ഛനെ പറയുന്നത് എന്താ? പുതുമലയാൺമ തൻ മഹേശ്വരൻ എന്നാ പറയുന്നത്. എന്താ പറയുന്നേ? പുതുമലയാൺമ തൻ മഹേശ്വരൻ. എഴുത്തച്ഛനെ പുതുമലയാൺമ തൻ മഹേശ്വരൻ എന്ന് വിളിച്ചതാരാ? അത് നമ്മുടെ വള്ളത്തോളാണ് എന്നും കൂടി ആലോചിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു കേരള എലിയറ്റ് ആരാ? NN കക്കാട്. കേരള ക്ഷേമേന്ദ്രൻ വടക്കങ്കൂർ രാജരാജവർമ്മ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ. കേരള വാത്മീകി ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. പിന്നെയോ കേരള ഇബ്സൺ N കൃഷ്ണപിള്ള. കേരള ഹെമിംഗ്വേ ആരാണ്? നമ്മുടെ MT വാസുദേവൻ നായർ. കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള. കേരള ജോൺ ഗന്ധർ SK പൊറ്റക്കാട്. അതുപോലെ തന്നെ നമ്മുടെ കേരള സ്കോട്ട്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും കേരള സ്കോട്ട് CV രാമൻപിള്ള അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപരനാമങ്ങൾക്കകത്ത് നിന്ന് വരാനുണ്ട്. അത് എപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏരിയയാണ് അപരനാമങ്ങൾ എന്ന് പറയുന്നത്. അപരനാമങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കും. ഇനി ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു ഏരിയ വള്ളംകളികൾ, പ്രത്യേകിച്ച് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മേഖലയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് നിങ്ങളിപ്പോ ഞാനത് ഡീറ്റെയിൽ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ റിവിഷൻ ക്ലാസ്സിലും ഒക്കെ പഠിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് എന്നാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ആദ്യത്തെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണെന്ന് നമുക്കറിയാം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ആരുടെ ഒപ്പുവെച്ചതാ? ജവഹർലാൽ നെഹ്റുവിന്റെ ഒപ്പുവെച്ച ട്രോഫിയാ കൊടുക്കുന്നത് അല്ലെ? ആദ്യത്തെ നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവായത് കാരിച്ചാൽ ചുണ്ടനാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് 2025 നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവായത് ആരാണ്? വിയപുരം ചുണ്ടനാണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വള്ളംകളികൾക്കകത്ത് ഇപ്പൊ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ എന്ന് പറയുന്ന ഏരിയക്കകത്ത് പ്രത്യേകിച്ച് എടുത്തു വരുന്ന ഒരു സംഭവമാണ് വള്ളംകളികൾ. ഓരോ വള്ളംകളികളും ഏതേത് ജലാശയത്തിൽ, ഇപ്പോ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പാ നദിയിലാണ്. അതുപോലെ തന്നെ ചമ്പക്കുളം മൂലം വള്ളംകളി അല്ലെ? അതുപോലെ ഹരിപ്പാട് ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. വള്ളംകളികളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണെന്നാ? പുന്നമടയാണോ? കുമരകമാണോ? വേമ്പനാടാണോ? പമ്പയാണോ? പുന്നമടക്കായലിലല്ലേടാ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. PSCയുടെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ടുള്ള, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ആണ്, മോസ്റ്റ് ആസ്കിംഗ് PYQ ആണ് ഏതെന്ന് പറയുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേദി അല്ലെങ്കിൽ ജലാശയം ഏത് എന്ന് പറയുന്നത് പുന്നമടക്കായലാണ്. ഇനി കുമരകം കായലിൽ നടക്കുന്നത് കുമരകം ജലോത്സവം അല്ലെങ്കിൽ ശ്രീനാരായണ എന്ത് വള്ളംകളി? ശ്രീനാരായണ ട്രോഫി വള്ളംകളിയാണ് കേട്ടോ. ശ്രീനാരായണ ട്രോഫി വള്ളംകളിയാണ് എവിടെ നടക്കുന്നത്? കുമരകം കായലിൽ നടക്കുന്നത്. കുമരകം ജലോത്സവം എന്നും അറിയപ്പെടുന്നത്. അപ്പൊ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നമ്മൾ പറഞ്ഞു. കുമരകം കായലിൽ എന്താ നടക്കുന്നത്? ശ്രീനാരായണ ജയന്തി വള്ളംകളിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വേമ്പനാട് കായൽ ശരിക്കും ഈ കുമരകം കായൽ എന്ന് പറയുന്നത് വേമ്പനാട് കായൽ തന്നെയാണ്. പമ്പാ നദിയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പൊ കേരളത്തിലെ വള്ളംകളികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കേണ്ടത് ഇത്ര മാത്രമാണ്: ഓരോ വള്ളംകളികളും നടക്കുന്നത് ഏത് ജലാശയത്തിലാണ് എന്ന് പഠിച്ചു വെക്കുക. പിന്നെ നെഹ്റു ട്രോഫി വള്ളംകളിയെ പറ്റി ഇൻ ഡീറ്റെയിൽ പഠിക്കുക. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കളെ കുറിച്ചും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ജേതാവിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിച്ചിട്ട് വേണം പോകാൻ. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ ജ്ഞാനപീഠം അല്ലെ? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം എപ്പോഴും ചോദിക്കപ്പെടാ. മലയാളികൾക്ക് ജ്ഞാനപീഠം കിട്ടിയത്, ജ്ഞാനപീഠ അവാർഡ് എന്ന് പറയുന്നത് ആരാ കൊടുക്കുന്നേ? ജ്ഞാനപീഠ ട്രസ്റ്റ് കൊടുക്കുന്നതാ. 1961 ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തപ്പെട്ടത്. ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തപ്പെട്ടത് 1961. ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊടുത്തത് ഏത് വർഷമാണ്? ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊടുത്തത് 1965 ആർക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠം കിട്ടിയത്? നമ്മുടെ മലയാളിയായ G ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം കിട്ടിയത്. മലയാളിയായ G ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യത്തെ ജ്ഞാനപീഠം കിട്ടിയത്. മലയാളത്തിൽ നിന്ന് ഇതുവരെ എത്ര പേർക്ക് ജ്ഞാനപീഠം കിട്ടി? 6 പേർക്ക് ജ്ഞാനപീഠം കിട്ടിയില്ലേ? 6 പേർക്കാണ് മലയാളത്തിൽ നിന്ന് ഇതുവരെ ജ്ഞാനപീഠം കിട്ടിയത്.
ഇനി 1965 ശങ്കരക്കുറുപ്പിന് കഴിഞ്ഞപ്പോൾ ആർക്ക് കിട്ടി? 1980 SK പൊറ്റക്കാടിന് കിട്ടി. എന്തിന് കിട്ടി? SK പൊറ്റക്കാടിന്. ഏത് കൃതി? ഒരു ദേശത്തിന്റെ കഥ. ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്ക് കിട്ടി. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. 1982 തൊട്ട് അല്ലെങ്കിൽ 1982 ശേഷം ഈ മികച്ച കൃതികൾക്ക് ജ്ഞാനപീഠം എന്നുള്ളത് മാറ്റി സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠം കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. ആണല്ലോ. അങ്ങനെ മലയാളത്തിൽ അടുത്ത ജ്ഞാനപീഠം 1984 തകഴിക്ക് കിട്ടി. തകഴി തൊട്ട് ഇങ്ങോട്ടുള്ളവർക്ക് സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1995 ആർക്ക് കിട്ടി? MT വാസുദേവൻ നായർക്ക് കിട്ടി. പിന്നെയോ 2007 ആർക്ക് കിട്ടി? ONV കുറുപ്പിന് കിട്ടി. പിന്നെ 2019 അക്കിത്തത്തിന് കിട്ടി. അങ്ങനെ 6 പേർക്ക് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട്. ഏതൊറക്കത്തിൽ ചോദിച്ചാലും ഈ വർഷങ്ങൾ 65, 80, 84, 95, 2007, 2019 ഇത് പറയാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. സിമ്പിൾ ചോദ്യമാണ്. സിമ്പിൾ ആയിട്ടും 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ചിലപ്പോൾ നിങ്ങളെ കട്ട് ഓഫ് കടക്കാൻ സഹായിക്കുന്നത് ഈ ഒരു ചോദ്യമായിരിക്കാം. ആ ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം, MTക്ക് ജ്ഞാനപീഠം കിട്ടിയ വർഷം 1995. മറക്കരുത്, മറന്നു പോവുകയേ ചെയ്യരുത്. MT റീസെന്റ് മരണപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ചോദ്യം വരാനുള്ള സാധ്യതകളും ഏറെയാണ്. ഓക്കെ, അപ്പൊ MTക്ക് കിട്ടിയത് 95. ഇനി ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോവേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചു മുമ്പ് ഒരു ചോദ്യത്തിൽ പറഞ്ഞതാണ് അസമിലെ പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര്. കഥക്ക്, സത്രിയ, ഒഡീസി, ഛൗ നൃത്തം. ഏതാണ്? ഛാവു അല്ലെങ്കിൽ ഛൗ എന്നും പറയാറുണ്ട് കേട്ടോ. നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഈ ഛൗ നൃത്തമുണ്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഛൗ നൃത്തം അരങ്ങേറാറുണ്ട്. നമ്മുടെ ചോദ്യം, അസമിലെ പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് ഏതായിരുന്നടാ? സത്രിയ. നമ്മൾ പഠിച്ചയല്ലേ? നമ്മുടെ 8 ഇന്ത്യൻ ഭാരതീയ അല്ലെങ്കിൽ ഭാരതത്തിലെ 8 ശാസ്ത്രീയ നൃത്ത രൂപങ്ങൾക്കകത്ത് ഒന്നാണ് അസമിലെ സത്രിയ. കഥക്ക് നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശ് ആണല്ലേ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ മറ്റ് സ്ഥലങ്ങൾ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡിലൊക്കെ നമുക്ക് കഥക്ക് കാണാം. ഒഡീസി എവിടെയാണ്? ഒഡീഷയിലാണ്. ഛൗ നൃത്തം എവിടെയാണ്? നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ നമുക്ക് കാണാം. നോർത്ത് ഈസ്റ്റിലൊക്കെ പ്രാദേശികമായ വ്യത്യസ്തതകളോടുകൂടിയിട്ട് നമുക്ക് ഛൗ നൃത്തം കാണാനായിട്ട് പറ്റും. 8 ഭാരതീയ ശാസ്ത്രീയ നൃത്ത രൂപങ്ങളെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് ചോദ്യമായിട്ട് വരുന്നതാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ് എന്ന് ഓർക്കുക. ഇനി MT വാസുദേവൻ നായരുടെ നോവലിലെ ഡാഷ് എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി. എടാ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു കൃതികൾ, കഥാപാത്രങ്ങൾ എന്നുള്ള ഏരിയ നിങ്ങൾ പഠിക്കുമ്പോൾ MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങളെ പറ്റി നമുക്ക് നിർബന്ധമായിട്ടും അറിവുണ്ടായിരിക്കണം. MTയുടെ കഥാപാത്രങ്ങൾ, ബഷീറിന്റെ കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നോക്കുക, MTയുടെ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു PYQ ആണ്. MTയുടെ അപ്പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാലമാണോ, നാലുകെട്ടാണോ, അല്ലെങ്കിൽ രണ്ടാം ഊഴമാണോ, അസുരവിത്താണോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വേണമെന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് പ്രയോഗിക്കാം. രണ്ടാം ഊഴമല്ല. കാര്യം എന്താ? രണ്ടാം ഊഴത്തിൽ ആരാണ്? രണ്ടാം ഊഴത്തിൽ മഹാഭാരതത്തിലെ ഭീമനല്ലേ എടാ കഥാപാത്രം? രണ്ടാം ഊഴത്തിൽ മഹാഭാരതത്തിലെ ഭീമനാണ് കഥാപാത്രം. സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാം ഊഴമല്ലെന്ന് ഉറപ്പിക്കാം. ഇനി കാലമാണോ, നാലുകെട്ടാണോ, അസുരവിത്താണോ എന്ന് നോക്കുക. എടാ, അപ്പുണ്ണി കഥാപാത്രമായിട്ട് വരുന്നത്, അപ്പുണ്ണിയും കോന്തുണ്ണിയും ഒക്കെ കഥാപാത്രങ്ങളാകുന്നത് എവിടെയാണ്? MTയുടെ ആദ്യ നോവലായ നാലുകെട്ട്. MTക്ക് മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതി കൂടിയാണ് നാലുകെട്ട് എന്ന് പറയുന്നത്. MTയുടെ ആദ്യ നോവലാണ് നാലുകെട്ട്. ആത്മകഥാംശമേറെയുള്ള നോവലാണ് നാലുകെട്ട്. അതിലെ കഥാപാത്രമാണ് അപ്പുണ്ണി എന്ന് പറയുന്നത്. ആരാണ്? അപ്പുണ്ണി എന്ന് പറയുന്നത്. അപ്പൊ കാലത്തിലെ കഥാപാത്രം ആരാടാ? കാലത്തിലെ കഥാപാത്രമാണ് സേതു എന്ന് പറയുന്നത്. അസുരവിത്തിലെ കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്നത്. ഗോവിന്ദൻകുട്ടി ഏതിലെയാണ്? അസുരവിത്തിലെ കഥാപാത്രമാണ്. ഇനി അദ്ദേഹത്തിന്റെ നാലുകെട്ടിലെ കഥാപാത്രം അപ്പുണ്ണി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മഞ്ഞിലെ കഥാപാത്രമാണ് വിമല. വിമലയും അമർ സിംഗും ഒക്കെ എവിടെയാണ്?
മഞ്ഞിലെ കഥാപാത്രം. ഈ മഞ്ഞ് എന്ന് പറയുന്ന നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. ബോധധാരാ നോവൽ, മലയാളത്തിൽ ബോധധാരാ നോവൽ എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട്. മലയാളത്തിലെ ബോധധാരാ നോവലുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് MTയുടെ മഞ്ഞ് എന്ന് പറയുന്നത്. ഇനി ബാപ്പൂട്ടി, ബാപ്പൂട്ടി ആരുടെ കഥാപാത്രമാണ്? MTയുടെ കഥാപാത്രമാണ്. MTയുടെ ഓളവും തീരവും എന്ന് പറയുന്നതിലെ കഥാപാത്രമാണ് ബാപ്പൂട്ടി എന്ന് പറയുന്നത്. ഓളവും തീരവുമിലെയാണ് ബാപ്പൂട്ടി. അതുപോലെ ഓപ്പോള് കഥാപാത്രമാകുന്നത് വളർത്തുമൃഗങ്ങളിലാണ് ഓപ്പോള് കഥാപാത്രമാകുന്നത്. അതുപോലെ ഭ്രാന്തൻ വേലായുധൻ, ഇരുട്ടിന്റെ ആത്മാവിനകത്താണ് ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രമായിട്ട് വരുന്നത്. ഇരുട്ടിന്റെ ആത്മാവില് ഭ്രാന്തൻ വേലായുധൻ കഥാപാത്രമായി വരുന്നു. അപ്പോ അതുപോലെ MTയുടെ കഥാപാത്രങ്ങളെ പറ്റി ഇപ്പൊ ഒരു ധാരണയായി. ഇനി ബഷീറിന്റെ കഥാപാത്രങ്ങൾ, കേശവൻ നായരും സാറാമയും വരുന്നത് പ്രേമലേഖനത്തിലാണ്. ബഷീറും സുഹ്റയും മജീദും വരുന്നത്, സുഹ്റയും മജീദും എവിടെയാണ്? ബാല്യകാല സഖിയിലാണ് അല്ലേ? നമ്മുടെ ആരാണ്? മൈമുനയും അതുപോലെ തന്നെ ആയിഷയും കുഞ്ഞുപാത്തുമ്മയും കുഞ്ഞുതാച്ചുമ്മയും ഒക്കെ നിസാർ അഹമ്മദും ഒക്കെ കഥാപാത്രമാകുന്നത് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളതിനകത്താണ്. പിച്ചമുല്ലാക്കയും രവിയും ഒക്കെ കഥാപാത്രമാകുന്നത് എവിടെയാണ്? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. അപ്പൊ ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കുന്ന കഥാപാത്രങ്ങളാണ്. അടുത്തത് ഞാൻ പറഞ്ഞു, നമ്മുടെ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോദ്യം എന്താണെന്നാ? VV അയ്യപ്പന്റെ തൂലികാനാമം. നമ്മൾ ഇതിനൊരു കോഡ് ഭാഷ പഠിച്ചു വെക്കും. കോവിലിനകത്ത് അയ്യപ്പൻ ഇരിക്കുന്നു എന്നല്ലേ? നമ്മുടെ കോഡ് എന്താണ്? കോവിലിനകത്ത് അയ്യപ്പൻ ഇരിക്കുന്നു. ആരാ? കോവൂരാണോ, കോവിലനാണോ, കുട്ടനാടാണോ, കുറ്റിപ്പുഴയാണോ? കോവിലനാണ്. ആരാ? കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയല്ലേടാ. VV അയ്യപ്പന്റെ തൂലികാനാമം ആരാണ്? കോവിലനാണ്. കോവിലിനകത്ത് അയ്യപ്പൻ ഇരിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നു, കാക്കനാടൻ ജോർജ് വർഗീസ് ആണ്, നന്ദനാര് PC ഗോപാലനാണ്, കോവിലൻ VV അയ്യപ്പനാണ്, ആനന്ദ് P സച്ചിദാനന്ദനാണ്. ആനന്ദിന്റെ കേസിൽ എപ്പോഴും ഡൗട്ട് വരുന്നത് K സച്ചിദാനന്ദനാണോ P സച്ചിദാനന്ദനാണോ എന്നുള്ളതാണ്. P സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ കവിയാണ്. P സച്ചിദാനന്ദൻ അഥവാ ആനന്ദ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. ഇനി അതുപോലെ ചെറുകാട് ഗോവിന്ദ പിഷാരടിയാണ്. മലങ്കാടൻ എന്നും ആസാദ് എന്നുമുള്ള തൂലികാനാമങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഗോവിന്ദ പിഷാരടിയാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി നമുക്ക് പറയാനായിട്ട് പിന്നെ പാറപ്പുറത്ത് KE മത്തായി ആണ് എന്ന് നമുക്കറിയാം. ഉറൂബ് PC കുട്ടിക്കൃഷ്ണനാണ് എന്ന് നമുക്കറിയാം. MTയുടെ പഴയ തൂലികാനാമം സരള എന്നാണെന്നറിയാം. തോപ്പിൽ ഭാസിയും സോമനും ഒക്കെ ആരാണ്? നമ്മുടെ തോപ്പിൽ ഭാസിയുടെ സോമനാണ് ശരിക്കും അദ്ദേഹത്തിന്റെ ശരിയായ പേര്. തോപ്പിൽ ഭാസി എന്ന് പറയുന്നത് തൂലികാനാമമാണ്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ നമ്മുടെ വിലാസിനി MK മേനോനാണ്. ഇതൊക്കെ സ്ഥിരം തൂലികാനാമങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചോദ്യമായിട്ട് വരുന്ന സംഭവങ്ങളാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഇനി അതുപോലെ മുരളി എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയും ബാലമുരളി എന്ന് പറയുന്നത് ONVയുമാണ്. അതും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അടുത്ത നോക്കിക്കേടാ, ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏത്? ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും ലിറ്ററേച്ചറിൽ പത്രപ്രവർത്തനത്തിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഭയ കൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ. ഏത് മലയാള ദിനപത്രം? ദേശാഭിമാനിയാണോ, മാതൃഭൂമിയാണോ, കേസരിയാണോ, സ്വദേശാഭിമാനിയാണോ? വിത്തൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ സാധിക്കും അത് സ്വദേശാഭിമാനിയാണ് അല്ലെ. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണ് ഏത് എന്ന് പറയുന്നത്? സ്വദേശാഭിമാനി എന്ന് പറയുന്നു. സ്വദേശാഭിമാനി ആരാരംഭിച്ചേ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ചതാണ്. എവിടെയാണ് 1905 ഇത് ആരംഭിച്ചത്? അഞ്ചുതെങ്ങിലാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രത്തെ പറ്റി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അടുത്തിടയിൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. മെയിൻസ് പരീക്ഷയ്ക്കാട്ടോ വന്നത്. അപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് എന്താരംഭിച്ചത്? സ്വദേശാഭിമാനി ആരംഭിച്ചത്. ഇനി അടുത്തത് 1907 അത് എന്തായിട്ട് മാറ്റി? 1907 അതിന്റെ പ്രസാധനം തിരുവനന്തപുരത്ത് നിന്നാക്കി മാറ്റി. 1907 പ്രസാധനം തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി. ഓക്കെ, ഇനി അടുത്തത് 1910 തിരുവിതാംകൂർ ഗവൺമെന്റ് പത്രം എന്താക്കുന്നത്? നിരോധിക്കുന്നത്. തിരുവിതാംകൂറിലെ രാജഭരണത്തിനെതിരെയും അതുപോലെ തന്നെ ദിവാന്റെ ദുർനയങ്ങൾക്കൊക്കെ എതിരെ ലേഖനങ്ങൾ എഴുതിയത് കൊണ്ടും പ്രവർത്തിച്ചത് കൊണ്ടുമാണ് പത്രം സ്വദേശാഭിമാനി പത്രം 1910 എന്ത് ചെയ്തത്? ആ പത്രം നിരോധിച്ചു. മാത്രമല്ല പത്രത്തിന്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ
നാട് കടത്തുകയും ചെയ്തു. എവിടെയോട്ട് നാട് കടത്തി? അദ്ദേഹത്തിനെ നാട് കടത്തുകയും ചെയ്തു. അതുപോലെ പ്രസ്സും ഉപകരണങ്ങളും ഒക്കെ കെട്ടുകയും ചെയ്തു അല്ലെ. പത്രാധിപരില്ലാതെ എനിക്ക് എന്റെ അച്ചുകൂടവും എന്തിന് എന്നാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത്. ഇനി സ്വദേശാഭിമാനിയെ പറ്റി ആലോചിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ്, റോയിറ്റേഴ്സുമായിട്ട് സഖ്യമുണ്ടായിരുന്ന, ബന്ധമുണ്ടായിരുന്ന, കരാറുണ്ടായിരുന്ന പത്രം കൂടിയായിരുന്നു സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്നുള്ളതായിരുന്നു സ്വദേശാഭിമാനിയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പം ഓർത്തു വെക്കേണ്ട ഒരു പത്രമാണ്. ഇനി ഞാൻ പറഞ്ഞു, നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നത് മിക്കപ്പോഴും അവരുടെ കൃതികളെ കുറിച്ചായിരിക്കും എന്നുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും ചട്ടമ്പി സ്വാമികളുടെ കൃതികളുമാണ്. നമ്മുടെ ക്ലാസ്സിലും റിവിഷൻ ക്ലാസ്സുകളിലും ഞാൻ ഇതിനെ പറ്റി പറയുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് നോക്കിക്കേ, പട്ടിക 1 നവോത്ഥാന നായകരെയും പട്ടിക 2 അവരുടെ കൃതികളെയും പറ്റിയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ചേരുംപടി ചേർക്കാം. ഇവിടെ നമുക്ക് അറിയാവുന്നതിന് മിക്കപ്പോഴും ഈ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസിൽ ചിലതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. അത് ആദ്യം കണക്ട് ചെയ്യുക, എന്നിട്ട് ഓപ്ഷനുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് നോക്കുക. ഇവിടെ നോക്കിക്കേടാ, ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാ? അദ്വൈത ചിന്താപദ്ധതിയാണോ, ആചാരഭൂഷണമാണോ, ശ്രീവിദ്യാഭൂഷണിയാണോ, ദൈവദശകമാണോ? ദൈവദശകവും അനുകമ്പാദശകവും ഒക്കെ അല്ലേ ശ്രീനാരായണ ഗുരുവിന്റേത്. ഇനി ചട്ടമ്പി സ്വാമികളുടെ കൃതിയല്ലേ അദ്വൈത ചിന്താപദ്ധതി. അദ്വൈത ദീപിക ശ്രീനാരായണ ഗുരുവിന്റെതും അദ്വൈത ചിന്താപദ്ധതി ചട്ടമ്പി സ്വാമികളുടേതുമാണല്ലോ. അപ്പൊ നമുക്ക് കിട്ടി 2 D ആണ്, 3 A ആണ്. 2 Dയും 3 Aയും വരുന്ന ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ A ആണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 1ൻ്റെത് C ആണ്, അതായത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടേതാണ് ശ്രീവിദ്യാഭൂഷണി. പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ് ആചാരഭൂഷണം. മനസ്സിലായോ? അപ്പോ ഇവരുടെയൊക്കെ കൃതികള്, നവോത്ഥാന നായകന്മാരുടെ കൃതികള് പ്രത്യേകം പരീക്ഷയില് ഓർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. ഞാനത് ആവർത്തിച്ച് പറയുന്നു. റിവിഷന്റെ സമയത്ത് നിങ്ങൾ നോക്കണം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ്. ഭീമാപള്ളി, കൊടുങ്ങല്ലൂര്, മലപ്പുറം, കോഴിക്കോട്. എവിടെയാണ് ചേരമാൻ ജുമാ മസ്ജിദ്? അത് കൊടുങ്ങല്ലൂരല്ലേ? തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണല്ലോ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിലെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പറ്റി ഒരു ധാരണയുണ്ടാകണം. പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ്. പരശുരാമ ക്ഷേത്രം തിരുവല്ലത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ തന്നെ ഗുരുവായൂർ തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ തന്നെ ഭീമാപള്ളി തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള ക്രൈസ്തവ കൺവെൻഷനിൽ ഏറ്റവും വലുതാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നത് കൊട്ടിയൂർ ക്ഷേത്രം ബാവലി നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ മംഗളാദേവി ക്ഷേത്രം വർഷത്തിൽ ഒരിക്കല് ചിത്രപൗർണമി ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് അപ്പൊ നമ്മുടെ മംഗളാദേവി ക്ഷേത്രം ചിത്രപൗർണമി ദിവസം മാത്രം തുറക്കുന്ന മംഗളാദേവി ക്ഷേത്രം എവിടെയാണ്? പാലക്കാടല്ല, ഇടുക്കിയിലാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ നമ്മൾ പറഞ്ഞു പോയി. അപ്പൊ അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ്, പറഞ്ഞു വന്നതിന്റെ ഫ്ലോയിൽ പറ്റിയതാണ്. ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് മംഗളാദേവി ക്ഷേത്രം നിൽക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക എന്നുള്ളത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളെ കുറിച്ച് ധാരണ വരുത്തി വെക്കുക. ഇനി അമ്പ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന മലയാള നോവൽ ഏത് എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത ചോദ്യമാണ്, അമ്പ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സമകാലീന മലയാള നോവൽ ഏത്? അമ്പ എന്ന് പറയുന്നത് ഒരു പുരാണ കഥാപാത്രമാണെന്ന് നമുക്കറിയാം. അമ്പ, അംബിക, അംബാലികയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. പക്ഷെ ഈ പുരാണ കഥാപാത്രമായ അമ്പ വരുന്ന നോവൽ ഏതാണ്? നമുക്കറിയാം കൃതികൾ കഥാപാത്രങ്ങൾക്കകത്ത് പ്രത്യേകം നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പുരാണ കഥാപാത്രങ്ങൾ കടന്നു വരുന്ന മലയാള നോവലുകളെ പറ്റി. ഇപ്പൊ ഉദാഹരണം കർണൻ, ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന നോവലിലാണ് വരുന്നത്. ഭീമൻ വരുന്നത് MTയുടെ 2ാം ഊഴത്തിലാ. എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഭാഷാപിതാവിനെ കഥാപാത്രമാക്കിയിരിക്കുന്നത് തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന് പറയുന്ന നോവലിനകത്താ. അപ്പോ അമ്പ കഥാപാത്രമാകുന്ന പുതിയ നോവൽ സമുദ്രശില, ഉല, ആരാച്ചാർ, നിങ്ങൾ എവിടെയാണ്? ആരാച്ചാറിലല്ല എന്ന് നമുക്കറിയാം. KR മീരയുടെ ആരാച്ചാറിലല്ല എന്ന് നമുക്കറിയാം. ചേതനയും ഒക്കെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ നമുക്കറിയാം. ഇനി ഇവിടെ ഡൗട്ട് വരുന്നത് മറ്റു 3 നോവലുകൾക്കകത്താണ്. എവിടെയാണ്? നമ്മുടെ സമുദ്രശില, സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശിലയിലാണ് ആര് കഥാപാത്രമാകുന്നത്? അമ്പ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സുഭാഷ് ചന്ദ്രന്റെ
എവിടെയാണ്? സമുദ്രശിലയിലാണ് അംബ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ പുതിയ നോവലുകളിലെ കഥാപാത്രങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ധാരണ വേണം. അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. കാര്യം എന്താടാ? 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം, മികച്ച മലയാള കൃതിക്കുള്ള യുവ പുരസ്കാരം കിട്ടിയത് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിക്കാണ്. സോ അതിലെ കഥാപാത്രങ്ങൾ റാം, ആനന്ദി, അതുപോലെ വെട്രി, രേഷ്മ, മല്ലി, പാട്ടി, ഇവരൊക്കെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പുതിയൊരു നോവലാണ് PV ഷാജികുമാറിന്റെ മരണവംശം. പുതിയ കൃതികളിലെ കഥാപാത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. PV ഷാജികുമാറിൻ്റെതാണ് മരണവംശം എന്ന് പറയുന്ന കൃതി. മരണവംശം, അതിലെ കഥാപാത്രമാണ് കോട്ടൻ എന്ന് പറയുന്നത് ഏർക്കാന എന്ന് പറയുന്ന സാങ്കല്പിക രാജ്യത്തെ രാജാവായിട്ടാണ് ആ കഥാപാത്രമാണ് ഈ കോട്ടൻ എന്ന് പറയുന്നത്. കോട്ടൻ എന്ന് പറയുന്നത് മരണവംശത്തിലെ കഥാപാത്രമാണ് എന്ന്. അതുപോലെ തന്നെ കുഞ്ഞമ്മാറു, വെള്ളച്ചി, ഇവരൊക്കെ ഈ നോവലിലെ കഥാപാത്രമാണ്. ഇനി KR മീരയുടെ ഏറ്റവും പുതിയ നോവലാണ് എല്ലാവിധ പ്രണയവും എന്നുള്ളത്. കപിലയും തുഷാറും ഒക്കെ കഥാപാത്രങ്ങളാകുന്നത്, KR മീരയുടെ എല്ലാവിധ പ്രണയത്തിനകത്താണ്. പിന്നെ അജയ് P മങ്ങാടിന്റെ പുതിയ കൃതിയായിരുന്നു സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന് പറയുന്നത്. സൂസന്നയും അഭിയും ഒക്കെ കഥാപാത്രങ്ങളാകുന്നത് സൂസന്നയുടെ ഗ്രന്ഥപുരയിലാണ് എന്ന് ആലോചിക്കുക. പിന്നെ R രാജശ്രീയുടെ ഏറ്റവും പുതിയ കൃതിയാണ് ആത്രേയകം. അതിനു മുൻപിറങ്ങിയ കൃതിയാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ. അതിനകത്താണ് കല്യാണിയും ദാക്ഷായണിയും ഒക്കെ വരുന്നത്. വിനോയ് തോമസിന്റെ നോവലാണ് പുറ്റ് എന്ന് പറയുന്നത് വിനോയ് തോമസിന്റെ നോവലാണ്. പെരുമ്പടവൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത് പുറ്റിലാണ്. ഇനി BJ ജെയിംസിന്റെ നോവലാണ് ആന്റി ക്ലോക്ക്. ഹെൻറി കഥാപാത്രമാകുന്നത് ആന്റി ക്ലോക്കിലാണ്. BJ ജെയിംസിന്റെ നിരീശ്വരൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിലെ കഥാപാത്രങ്ങളാണ് ആഭാസന്മാരെന്ന് നമ്മൾ പറയും. ആന്റണിയും ഭാസ്കരനും സഹീറും കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നോവലുകൾ, പുതിയത് എന്ന് നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഇടയിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട കൃതികൾ, ഏതെങ്കിലും അവാർഡുകൾക്ക് അർഹമായ കൃതികൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ കഥാപാത്രങ്ങളെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഡൗട്ട് ഉണ്ടാകും, എന്തോരം കൃതികളാ പുതിയതായിട്ട് ഇറങ്ങുന്നേ, ഇതിലെ എല്ലാം കഥാപാത്രങ്ങളെ പറ്റി നമുക്ക് പഠിച്ചു വെക്കാനായിട്ട് പറ്റുമോ, നമുക്കതെല്ലാം വായിക്കാനായിട്ട് പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവാർഡുകൾക്കോ പ്രത്യേക പരിഗണനകൾക്കോ അർഹമായിട്ടുള്ള കൃതികൾ ഉണ്ടെങ്കിൽ അവയിലെ കഥാപാത്രങ്ങളെ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കറണ്ട് അഫെയറിനകത്തു നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഇവിടെ റാം കെയർ ഓഫ് ആനന്ദി അത്തരത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഇനിയിപ്പോ തപോമയിയുടെ അച്ഛൻ, നമ്മുടെ വയലാർ പുരസ്കാരം കിട്ടിയത് സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛനാണ്. അതിലെ കഥാപാത്രങ്ങളെ പറ്റി ഓർത്തു വെക്കുക. ഇപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് N പ്രഭാകരന്റെ മായാമനുഷ്യർ എന്ന് പറയുന്ന നോവൽ, അതിലെ കഥാപാത്രങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ അവാർഡിന് അർഹമായ കൃതികള് അതിന്റെ കഥാപാത്രങ്ങളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മുന്നോട്ട് പോവുക. നോക്കിക്കേ, അടുത്ത ചോദ്യം മലയാള സിനിമയിൽ നിന്നുള്ള ചോദ്യമാണ്. മലയാള സിനിമയിലെ പുരസ്കാരങ്ങളുടെ ഭാഗത്ത് നിന്നാണ് മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായിട്ട് മലയാളത്തിന് നേടിത്തന്നത് PJ ആന്റണിയാണ്. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു ആൻസർ കിട്ടി. മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടുന്ന ആദ്യ മലയാളി എന്ന് പറയുന്നത് PJ ആന്റണിയാണ്. അദ്ദേഹത്തിന് ഏത് സിനിമയ്ക്കാണ് അത് കിട്ടിയത്? പിറവി, പൊന്തന്മാട, നിർമാല്യം, നെയ്ത്തുകാരൻ. പിറവി എന്ന് പറയുന്നത് ഷാജി N കരുണിന്റെ സിനിമയാണ്. ഷാജി N കരുണിനെ പറ്റി പ്രത്യേകം പഠിക്കണം. ഷാജി N കരുൺ, അടൂർ ഗോപാലകൃഷ്ണൻ, ഇവരെ പറ്റിയൊക്കെ പ്രത്യേകം പഠിക്കണം. G അരവിന്ദൻ, ഇവരെ പറ്റിയിട്ട് പ്രത്യേകം പഠിക്കണം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഷാജി N കരുണൊക്കെ ഈ അടുത്ത കാലത്താണ്, 2025ന്റെ തുടക്കത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി JC ഡാനിയൽ പുരസ്കാരമൊക്കെ കിട്ടിയ വ്യക്തിയാണ് ഷാജി N കരുൺ എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ PJ ആന്റണിക്ക് ഏത് സിനിമയ്ക്കാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്? അദ്ദേഹം വെളിച്ചപ്പാടിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയും കൂടാണ് അത് എന്ന് പറയുന്നത്. അത് ഏതാണ് ആ സിനിമ? നമ്മുടെ MTയുടെ നിർമാല്യമാണ്. MT തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് നിർമാല്യം എന്ന് പറയുന്നത്. 1973 നിർമാല്യം പുറത്തിറങ്ങുന്നത്. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടി. ഇതിനാണ് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയതും ഇതേ സിനിമയ്ക്ക് തന്നെയാണ്. ഇടശ്ശേരിയാണ് എന്ത് ചെയ്തത്? അതിന്റെ കവിതകൾ, ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇടശ്ശേരിയാണ്
ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുകൂടി ആലോചിച്ച് വെച്ചോളുക. ഓക്കെ, അപ്പം നിർമാല്യമാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്. ഇനിയിപ്പോ ദേശീയ അവാർഡുകൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നോക്കുമ്പോൾ ലാസ്റ്റ് ഇയറിന്റെ ഒക്കെ നോക്കുമ്പോൾ ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമ, ഉർവശിക്കും വിജയരാഘവനും നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ കിട്ടി എന്നുള്ള സംഭവങ്ങൾ ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. പിന്നെ 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ അടുത്തിടയ്ക്ക് പ്രഖ്യാപിച്ചത്, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമൂഹിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ, അതായത് ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതാണെങ്കിൽ നമ്മുടെ ഐഡിയ ഇത്രയേ ഉള്ളൂ, സമത്വ സമാജം ആരുടേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, തൈക്കാടയ്യ, അയ്യ വൈകുണ്ഠ സ്വാമികൾ. വാഗ്ഭടാനന്ദനാണോ? അല്ല. തൈക്കാടയ്യയാണോ? അല്ല. പിന്നെയോ അയ്യ വൈകുണ്ഠ സ്വാമികളാണ് എന്ത് സ്ഥാപിച്ചത്? സമത്വ സമാജം സ്ഥാപിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, നവോത്ഥാന നായകന്മാരിൽ ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരാളാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്, അല്ലേ? ആരായിരുന്നു? മുടിചൂടും പെരുമാൾ, മുത്തുക്കുട്ടി എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് അദ്ദേഹത്തിന്റെ ജനനം എന്ന് പറയുന്നത്. 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിക്കുന്നത്. അതുപോലെ മിശ്രഭോജനം നടത്തിയതും അദ്ദേഹമല്ലേടാ? മിശ്രഭോജനം, അല്ലെ? മിശ്രഭോജനം എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കുമുള്ള മിശ്രഭോജനം നടത്തിയ സഹോദരൻ അയ്യപ്പനാണ്. ഇദ്ദേഹം നടത്തിയത് പല ആൾക്കാരെയും, പല വർഗത്തിൽപ്പെട്ട ആളുകളെയും ചേർത്തിരുത്തിക്കൊണ്ട് സമപന്തി ഭോജനം, അല്ലെ? സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? അദ്ദേഹമാണ്. അതുപോലെ തന്നെ മാറുമറയ്ക്കൽ സമരം, അല്ലെ? അദ്ദേഹം നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ മാറുമറയ്ക്കൽ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതും ആര് തന്നെയാണ്? നമ്മുടെ അയ്യ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ടമ്മാനെയും അരുൾ നൂൽ എന്നൊക്കെ പറയുന്നത്. തിരുവിതാംകൂറിലെ രാജാവിനെ നീചനെന്നും തിരുവിതാംകൂർ ഭരണത്തെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷുകാരുടെ വെണ്ണീച ഭരണമെന്നും ഒക്കെ പറഞ്ഞതും അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. കൂലി തന്നില്ലെങ്കിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞതും അയ്യ വൈകുണ്ഠ സ്വാമികളാണ് എന്ന് ആലോചിച്ച് വെച്ചോളുക. അയ്യ വൈകുണ്ഠ സ്വാമികളെ പറ്റി, അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് സ്വാമി കിണർ അല്ലെങ്കിൽ മുന്തിരി കിണർ സ്ഥാപിച്ചതും, അയ്യ വഴി എന്ന് പറയുന്ന മതം സ്ഥാപിച്ചതും, വയോജന വിദ്യാഭ്യാസത്തിന് വേണ്ടി നിശാ പാഠശാലകൾ സ്ഥാപിച്ചതും ഒക്കെ അയ്യ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അതൊക്കെ ഓർത്തോണം. അയ്യ വഴി എന്ന് പറയുന്ന മതത്തിന്റെ എന്താ പറയുന്ന ചിഹ്നം എന്ന് പറയുന്നത് തീജ്വാല വഹിക്കുന്ന താമരയാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെച്ചോണം. ഇനി ഏതനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? ഓർത്ത് വെച്ചോണേടാ. അനുഷ്ഠാന കലകൾ അവ ഏതേത് നാടുകളിൽ എന്നുള്ളത് എപ്പോഴും ചോദ്യമാണ്. കടമ്മനിട്ട എന്ന് പറയുമ്പോൾ തെയ്യമാണോ, പൂരമാണോ, പടയണിയാണോ, ഗരുഡൻ തൂക്കമാണോ? എവിടാണ്? പടയണിയാണ്. പടയണി ഗ്രാമമല്ലേ കടമ്മനിട്ട? കടമ്മനിട്ട രാമകൃഷ്ണനല്ലേ പടയണിയുടെ താളങ്ങളെ മലയാള കവിതയിലേക്ക് ആവാഹിച്ച, സന്നിവേശിപ്പിച്ച മലയാള കവി എന്ന് പറയുന്നത്. സോ കടമ്മനിട്ട ഏത് ഏത് അനുഷ്ഠാനമാണ്? പടയണിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. തെയ്യം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ ഓർക്കുക? കണ്ണൂരിനെ ഓർക്കുക. യക്ഷഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനെ ഓർക്കുക? കാസർഗോഡിനെ ഓർക്കുക. കണ്യാർകളി എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാടിനെ ഓർക്കുക, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓരോ കലാരൂപങ്ങളും പറയുമ്പോൾ ആ കലാരൂപങ്ങൾ ഏതേത് നാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തു വെച്ചോണം. അവസാനത്തെ റിവിഷൻ സമയത്ത് ഈ ഭാഗങ്ങളൊക്കെയാണ് നോക്കേണ്ടത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇനി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ വരികളാണെന്ന് ഓൾറെഡി തന്നു. ഏത് കൃതിയിലെ വരികൾ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു വരികൾ, കൃതികൾ, എഴുത്തുകാർ എന്നുള്ള ക്രമത്തിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. ദുരവസ്ഥയാണോ, കരുണയാണോ, ചണ്ടാല ഭിക്ഷുകിയാണോ, വീണപൂവാണോ എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഏത് കൃതിയിലെ വരിയാണ്? ദുരവസ്ഥയിലെ വരിയാണ്. സാവിത്രിയും ചാത്തൻ പുലയനും ഒക്കെ കഥാപാത്രങ്ങളാകുന്നത് ദുരവസ്ഥയിലാണ്. കേരളത്തിലെ വർഗീയ ലഹളയെ കുറിച്ച് പരാമർശിക്കുന്ന കൃതി കൂടിയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. കരുണ എന്താണ്? കരുണ എന്ന് പറയുമ്പോൾ വാസവദത്തെയും ഉപഗുപ്തനും കഥാപാത്രങ്ങളാകുന്ന കൃതിയാണ് കരുണ. വഞ്ചിപ്പാട്ട് വൃത്തമായിട്ടുള്ള നതോന്നതയിലാണ് കരുണ എഴുതിയിട്ടുള്ളത്. വഞ്ചിപ്പാട്ടിന്റെ ശൈലിയിൽ നമുക്ക് പാടാൻ കഴിയുന്നതാണ് കരുണ എന്ന് പറയുന്നത്. ആശാന്റെ അവസാനത്തെ കൃതി കൂടിയാണ് കരുണ എന്ന് പറയുന്നത്. ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുമ്പോൾ മാതങ്കി, അല്ലെ? മാതങ്കിയും ആനന്ദ ഭിക്ഷുവും കഥാപാത്രമാകുന്നു. ഇവിടെ ഒരു കറണ്ട് അഫെയർ ഓർക്കാനുണ്ട്. മാതങ്കി ചരിതം, നമ്മുടെ കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ നാടക രൂപാന്തരണത്തിൽ
കുമാരനാശാന്റെ നമ്മുടെ ചണ്ടാല ഭിക്ഷുകിയെ പുതിയൊരു കഥകളി രൂപാന്തരത്തിൽ, നാടകമല്ലട കഥകളി രൂപാന്തരത്തിലായിട്ട് നമ്മുടെ കേരള കലാമണ്ഡലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് മാതംഗി ചരിതം എന്ന് പറയുന്നത്. അതൊരു കറണ്ട് ഫാക്റ്റ് ആണ്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയെ കഥകളി രൂപാന്തരണത്തിൽ കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ചിട്ടപ്പെടുത്തുകയുണ്ടായി. അതാണ് മാതംഗി ചരിതം. റീസെന്റ് വന്നൊരു ന്യൂസ് ആണത്. അപ്പൊ മാതംഗിയും ആനന്ദ ഭിക്ഷുവുമാണ് കഥാപാത്രങ്ങൾ. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു കുടി തണ്ണീർ ദാശുനി എന്നാ പറയുന്ന. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതോ എന്നാണ് മാതംഗി തിരിച്ചു ചോദിക്കുന്നത്. പിന്നെ വീണപൂവ് ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ ശ്രീഭുവിൽ അസ്ഥിരം അസംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങു പുനരിങ്ങു കിടപ്പിതോർത്താൽ എന്നാണ് വീണപൂവിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ വരികൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആശാന്റെ വരികൾ എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് വെക്കേണ്ട കാര്യമാണ്. ഇനി കേരള ഫോക്ലോർ അക്കാദമി എവിടെയാടാ സ്ഥിതി ചെയ്യുന്ന? നാടോടി വിജ്ഞാനത്തിന്റെ വികസനത്തിനും പരിപോഷണത്തിനും വേണ്ടിയിട്ട് സർക്കാർ ഉടമസ്ഥതയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനമാണ്, പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി. എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ. ഒരിടക്കാലത്ത് PSCയുടെ സ്ഥിരം ചോദ്യം ആയിരുന്നു ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ പഠിച്ചു വെക്കണം. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമി, നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളുടെ എല്ലാം ആസ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഫോക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാന്ന് ചോദിച്ചിരിക്കുന്ന. ഫോക്ലോർ അക്കാദമി എവിടെയാണ്? കണ്ണൂരിലെ ചിറക്കലാണ്. രാഘവൻ പയ്യനാടാണോ, ഭാർഗവൻ പിള്ളയാണോ, CJ കുട്ടപ്പനാണോ, കീച്ചേരി രാഘവനാണോ? ആരാണ്? ഭാർഗവൻ പിള്ള. G ഭാർഗവൻ പിള്ളയാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ ചെയർമാൻ ആരാ? OS ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത് OS ഉണ്ണികൃഷ്ണനാണ്. ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെയാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ സർദാർ KM പണിക്കരായിരുന്നു എന്ന് നമുക്കറിയാം. നിലവിലത്തെ ചെയർമാൻ സച്ചിദാനന്ദൻ, കവിയായ K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ. പിന്നെ സംഗീത നാടക അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ലളിതകലാ അക്കാദമിയുടെ നിലവിലത്തെ ചെയർമാൻ മുരളി ചീരോത്താണ്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. സംഗീത നാടക അക്കാദമി, കേരള സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി ഇതെല്ലാം തിരുവനന്തപുരത്താണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അതിന്റെ മുഖപത്രമാണ് വിജ്ഞാന കൈരളി എന്ന് പറയുന്നത്. ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രമാണ് പൊലി എന്ന് പറയുന്നത്. സാഹിത്യ അക്കാദമിയുടെ മുഖപത്രമാണ് സാഹിത്യ ചക്രവാളം. അതുപോലെ തന്നെ മലയാളം ലിറ്റററി സർവേ തുടങ്ങിയിട്ടുള്ളത്. സംഗീത നാടക അക്കാദമിയുടെ മുഖപത്രമാണ് കേളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലളിതകലാ അക്കാദമിയുടേതാണ് ചിത്രവാർത്ത എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത്? നമ്മൾ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യങ്ങൾക്കകത്തൊക്കെ ഈ നവോത്ഥാന നായകരുടെ എന്താണ് കൃതികളെ പറ്റിയിട്ടാണ് ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? ഏറ്റവും കൂടുതലായിട്ട് കൃതികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ നോക്കുക. ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടേതാണോ, സഹോദരൻ അയ്യപ്പൻ്റെതാണോ, വാഗ്ഭടാനന്ദൻ്റെതാണോ, ശ്രീനാരായണ ഗുരുവിൻ്റെതാണോ? ആരുടേതാണ് ഈ പറയുന്ന ആത്മോപദേശ ശതകം എന്ന് പറയുന്ന കൃതി? ഒരു ക്ലൂ മാത്രം നമുക്ക് പറയാം അല്ലെ? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം. ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. അപ്പോ ചട്ടമ്പി സ്വാമികളുടെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ പറയുമ്പോൾ ദൈവദശകം, അനുകമ്പ ദശകം, അദ്വൈത ദീപിക, ആത്മോപദേശ ശതകം ഇതൊക്കെ വരുന്നുണ്ട്. ഇനി ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നോക്കുമ്പോഴത്തേക്കാണെങ്കിലോ ക്രിസ്തുമത ചേതനം, ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി,
അതുപോലെ തന്നെ സർവമത സാമരസ്യം ഇതൊക്കെ വരുന്നുണ്ട്. കേരളത്തിലെ സ്ഥലനാമങ്ങൾ ഒരിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. കേരളത്തിലെ സ്ഥലനാമങ്ങൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് ഏത് നവോത്ഥാന നായകനാണെന്ന്. കേരളത്തിലെ സ്ഥലനാമങ്ങൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് ഏത് നവോത്ഥാന നായകനാണെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി സഹോദരൻ അയ്യപ്പന്റെ കൃതികളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കണമല്ലോ. സഹോദരൻ അയ്യപ്പന്റെ കൃതികളെ പറ്റി നോക്കുകയാണെങ്കിൽ ഏതൊക്കെ കൃതികൾ നിങ്ങൾ ഓർത്തു വെക്കണം? സഹോദരൻ അയ്യപ്പന്റെ കൃതികൾക്കകത്ത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ് റാണി സന്ദേശം. സഹോദരൻ അയ്യപ്പന്റെ കൃതിയാണ് റാണി സന്ദേശം. അതുപോലെ അഹല്യ, അദ്ദേഹത്തിന്റെ പദ്യകൃതികൾ, ഇതൊക്കെ സഹോദരൻ അയ്യപ്പൻ്റെത് ഓർത്തു വെക്കുക. വാഗ്ഭടാനന്ദന്റെ ഓൾറെഡി നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം, ഈശ്വര വിചാരം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ വാഗ്ഭടാനന്ദന്റേതാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ ഇവരുടെ കൃതികളാണ് ശരിക്കും എപ്പോഴും നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടത് പഠിച്ചുകൊണ്ട് തന്നെ പോവുക. ഇനി അടുത്ത ചോദ്യം, മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച മാസിക ഏതാണ്, അല്ലെങ്കിൽ ആദ്യത്തെ പത്രം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസമാചാരം, ജ്ഞാനനിക്ഷേപം, കേരള പത്രിക, വിദൂഷകൻ. ഏതാണ്? ആ രാജ്യസമാചാരമാണ് എന്ന് നമുക്കറിയാലേ. മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ട്. തലശ്ശേരിയിലെ എവിടെ നിന്ന്? നമ്മുടെ ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാരം എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത്? ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാരം അല്ലെ, ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിലെ ലിത്തോപ്രസിൽ നിന്ന് 1847 ജൂൺ മാസത്തിൽ അച്ചടിച്ചു തുടങ്ങിയതാണ് രാജ്യസമാചാരം എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മലയാളം അച്ചടിയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത് ഒരിക്കലും ഹെർമൻ ഗുണ്ടർട്ടിനെ അല്ല. പിന്നെ ആരെയാണ്? അത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത് LMS മിഷനറി ആയിരുന്നു, BMS മിഷനറി ആയിരുന്നു. ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത് BMS മിഷനറി ആയിരുന്നു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റിയുടെ അംഗമായിരുന്നു. മലയാളം അച്ചടിയുടെ പിതാവായ ബെഞ്ചമിൻ ബെയ്ലി ക്രൈസ്റ്റ് മിഷൻ സൊസൈറ്റി അല്ലെ, ചർച്ച് മിഷൻ സൊസൈറ്റി അല്ലെന്നുണ്ടെങ്കിൽ CMSന്റെ വക്താവായിരുന്നു അല്ലെങ്കിൽ അംഗമായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറഞ്ഞത്. മലയാളത്തിലെ ആദ്യത്തെ പത്രം എന്ന് പറയുന്നത് ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ അച്ചടിച്ച രാജ്യസമാചാരമാണ്. മലയാളം അച്ചടിയുടെ പിതാവ് എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി പത്രവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, മലയാളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന പത്രം എന്ന് പറയുന്നത് ദീപിക. ആദ്യത്തെ പേര് നസ്രാണി ദീപിക എന്നായിരുന്നു. അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രങ്ങൾ, ഫോർ എക്സാമ്പിൾ കുമാരനാശാന്റെ വീണപൂവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മിതവാദിയിലാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്ര വിലാസം. അത് അച്ചടിച്ചത് മലയാളി എന്ന് പറയുന്ന പത്രത്തിലാണ്. പിന്നെ മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ഓർത്തു വെക്കുക. സ്വദേശാഭിമാനി പത്രം നമുക്കറിയാലോ, 1910 തിരുവിതാംകൂറിൽ നിരോധിച്ച പത്രം. പക്ഷേ നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് നിരോധിച്ച പത്രം സന്ദിഷ്ടവാദിയാണ്. കേരള പത്രപ്രവർത്തനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന പത്രമാണ് സന്ദിഷ്ടവാദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പത്രമാധ്യമ രംഗത്ത് നാടുകടത്തപ്പെട്ട ആള് എന്ന് പറയുന്ന സ്വദേശാഭിമാനി. എന്റെ നാടുകടത്തൽ എന്ന് പറയുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയാണ് എന്ന് നമുക്കറിയാം. പിന്നെ ഓർത്തു വെക്കേണ്ട, പത്രവുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ് ദിനമണി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ദിനമണി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണെന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. R ശങ്കർ ആണ് ദിനമണിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ നമുക്കറിയാവുന്നത് സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ്. അദ്ദേഹം അഞ്ചുതെങ്ങിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്, പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നെ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് പത്രമാധ്യമ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണബോധിനിയാണ്. ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ പത്രം ദീപികയാണ്. ഏറ്റവും പഴക്കം ചെന്ന പത്രവും ദീപികയാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തന രംഗത്തെ സംഭാവനകൾക്കൊക്കെ ആയിട്ട് മികവിനായിട്ട് കൊടുക്കുന്ന പുരസ്കാരം സ്വദേശാഭിമാനി പുരസ്കാരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ മാതൃഭൂമിയുടെ ആദ്യത്തെ പത്രാധിപർ KP കേശവമേനോനാണ്. കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്
KP കേശവമേനോന്റെ ആത്മകഥയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ മലയാളത്തിൽ ആദ്യമായിട്ട് നിരോധിക്കപ്പെട്ട പത്രം ഏതാണ്? സന്ദിഷ്ടവാദിയാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ സ്വദേശാഭിമാനിയുടെ ആപ്തവാക്യമാണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്ത മലയാളത്തിലെ പത്രം എന്ന് പറയുന്നത് മലയാള മനോരമയാണ് എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ പത്രത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു റിവിഷൻ ആണ് അല്ലെ, ഒരു റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ റിവിഷനെ മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സിലബസിനകത്ത് നിന്ന് ഏതൊക്കെ ഏരിയാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് ഏരിയ ആണ് കൂടുതൽ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫൈനൽ ലാപ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിലബസിനെ കൃത്യമായി ഡീകോഡ് ചെയ്തു. ഫൈനൽ റിവിഷൻ സമയത്ത് ഏതൊക്കെ ഏരിയാസിന് പ്രയോറിറ്റി കൊടുക്കണം, ഇനി ഓരോ ഏരിയയിലും ഏത് ടോപ്പിക്കുകൾക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതിനനുസരിച്ച് കുറച്ച് PYQs കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെസ്റ്റ് സീരീസ് എടുത്ത ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് ഇതിൽ കുറച്ച് പേര് നന്നായിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ പറയുമ്പോൾ തന്നെ ആൻസർ ചെയ്തവരുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാകും, കൺഫ്യൂഷൻസ് വന്നവരുണ്ടാകും. അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ട് അനുബന്ധ വസ്തുതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ആവർത്തിച്ച് നോക്കിക്കൊണ്ട് വേണം 2-ാം തീയതി അല്ലെങ്കിൽ 16-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 6-ാം തീയതി എന്നും ആയിക്കോട്ടെ നിങ്ങളുടെ പരീക്ഷ അതിനായിട്ട് പോകാനായിട്ട് വീണ്ടും 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 റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, പഠിക്കുന്നതൊക്കെ എല്ലാ മനുഷ്യന്മാരും മറക്കും. മറവി മനുഷ്യന് സഹജമാണ്. അപ്പോൾ പഠിച്ചത് വീണ്ടും 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 ഓർക്കുക, വീണ്ടും 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 ആവർത്തിക്കുക, വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എങ്കിൽ മാത്രമേ എക്സാം സമയത്ത് നല്ല രീതിയിൽ അതിനെ ഫലപ്രദമാക്കാൻ പറ്റുള്ളൂ. ആർട്ടും കൾച്ചറും ലിറ്ററേച്ചറും സ്പോർട്സും കൂടെ ചേർന്ന് 10 മാർക്കിനാണ്. അതിൽ ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ മാർക്ക് മാത്രമായിട്ട് ഒരു 7-8 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കട്ട് ഓഫ് കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ തന്നെ ഈ ഒരു ബേസിൽ നിന്നുകൊണ്ട് തന്നെ വേണം നമുക്ക് മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ. അവിടെ ചോദ്യങ്ങളുടെ മാതൃകയിലും പാറ്റേണിലും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റൻസിറ്റിയിലും മാത്രമായിരിക്കും, ചോദ്യങ്ങളുടെ ഒരു തീവ്രതയിലും കാഠിന്യത്തിലും മാത്രമായിരിക്കും വ്യത്യാസം മെയിൻസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ടോപ്പിക്കുകളൊക്കെ സെയിം തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്കായിട്ട് അപ്പിയർ ചെയ്യുക. വീണ്ടും പല ക്ലാസ്സുകളുമായിട്ടും റിവിഷനും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.